ഈ കുട്ടിയുടെ അത്യാഗ്രഹിയായ പാരന്റ്സ് അവനെ കുറച്ച് പണത്തിനു വേണ്ടി ഡീമൻ വിളിക്കുന്നു. ഇനി ഇവന്റെ ജീവിതം എങ്ങനെ കടന്നു പോകും എന്ന് കാണിക്കുന്ന ഒരു ആനിമയാണിത്. നമുക്കിനി കഥയിലേക്ക് കിടക്കാം. ഈ സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് സുസുക്കി ഇറുമ. അവന് 14 വയസ്സാണ്. അവന്റെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടോടെയാണ്. കാരണം അവന്റെ പാരന്റ്സിന് പണിയെടുക്കാൻ വയ്യ. അതുകൊണ്ട് അവനെ പണിക്ക് വിടും. അവൻ ഓരോരോ ജോലി ചെയ്തിട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൻ ഒരു ദിവസം ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ നിന്നും ടെലിപ്പോർട്ടായി. അവൻ ചെന്ന് എത്തിപ്പെട്ടത് ഒരു ഡീമന്റെ മുമ്പിലായിരുന്നു. ആ ഡീമൻ അവനെയും കൊണ്ട് പറന്നു പോകുന്നു. ആ ഡീമൻ പറയുന്നു, നിന്റെ പാരന്റ്സ് നിന്നെ എനിക്ക് വിറ്റിരിക്കുന്നു. ഇനി നീ എന്റെ കൂടെ നെതർ വേൾഡിലോട്ടാണ് പോകുന്നത്. നെതർ വേൾഡിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഡീമൻ എരുമേനോട് പറയുകയാണ്, നീ എന്റെ ഗ്രാൻഡ് സണ്ണായിട്ട് ഇവിടെ താമസിക്കാമോ? അതിനെ എരുമ അവനൊരു പാവമായതുകൊണ്ട് അവൻ അത് സമ്മതിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു. ആ ഡീമൻ പറയുന്നു, നാളെ മുതൽ നിനക്ക് സ്കൂളിൽ പോകണം. എന്നിട്ട് ടക് ടക് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഹ്യൂമൻ ആണെന്ന് ഇവിടെയുള്ളവർ അറിയുന്നവരെ നീ ഇവിടെ സേഫ് ആണ്. അങ്ങനെ എങ്ങാനും അറിഞ്ഞാൽ അവർ നിന്നെ തിന്നു കളയും. രാത്രിയിൽ അവൻ കിടക്കാൻ പോകും. അപ്പൊ അവൻ വിചാരിക്കും ഇതൊരു സ്വപ്നമായിരിക്കും എന്ന് വിചാരിച്ച് അവൻ ഉറങ്ങാൻ പോകുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത് സത്യമായിരുന്നു. അവൻ അത് കണ്ട് ഞെട്ടിപ്പോകുന്നു. അടുത്ത സീനിൽ അവർ ഡ്രസ്സ് മാറി സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സ്കൂളിന്റെ പേരാണ് ബാബേറെ ദ ഡീമൻ സ്കൂൾ. അങ്ങോട്ട് ഡീമൻസ് എല്ലാവരും പറന്നാണ് പോകുന്നത്. എന്നിട്ട് അവൻ എൻട്രൻസ് സെറമണിക്ക് ഇരിക്കുമ്പോൾ അവിടെ അവന്റെ അടുത്ത് എല്ലാം അപകടകാരികളായ ഡീമൻസ് ആയിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു നല്ല ടേസ്റ്റ് ഉള്ള സാധനത്തിന്റെ മണം വരുന്നുണ്ടല്ലോ. അവൻ വിചാരിക്കുകയാണ്, ഞാൻ ഇവരുടെ കൂടെ എല്ലാവരുടെയും കൂട്ടം ചേർന്നിരുന്ന് ഞാൻ ആരാന്ന് ഇവരറിയാണ്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഒരു വലിയ ടെസ്റ്റ്. അവന്റെ ഡീമൻ അപ്പൂപ്പൻ അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിരുന്നു. ആ അപ്പൂപ്പനാണെങ്കിൽ അവനെ ഇതെന്റെ പേരക്കുട്ടിയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പൂപ്പൻ പറയുന്നു, എന്റെ അടുത്ത് അവന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. സ്കൂളിൽ ഒരു പ്രത്യേക നിയമമുണ്ട്. എന്തെന്ന് വെച്ചാല് സ്കൂളിലെ ടോപ്പർ വന്ന് പ്രസംഗിക്കണം. അത് ചെയ്യാൻ പോകുന്നതാണ് ആസ്മോഡിയസ്. പക്ഷെ അതെല്ലാം മാറ്റി ഇപ്പൊ പറയാണ് ഇറുമ സ്പീച്ച് കൊടുക്കണമെന്ന്. ഇറുമയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അവനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോ അവന്റെ ഈ ടേബിളിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവനതെടുത്ത് വായിച്ചു. അതൊരു ഫോർബിഡന്റ് സ്പെല്ലായിരുന്നു. അതേ സ്കൂളില് അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവനെ ആശ്ചര്യത്തോടെ നോക്കാണ്. അതാണ് സ്കൂളിൽ ബാൻ ആയിരിക്കുകയാണ്. ആ സ്പെല്ല് ഉപയോഗിക്കാൻ പാടില്ല. ആ സ്പെല്ല് എന്തെന്ന് വെച്ചാല് ആ സ്പെല്ല് ഉപയോഗിക്കുന്നവരും ഒരു ദിവസം മൊത്തം വീഴൂല. അസ്മോഡിയസ് ഇരുമയോട് പറയാണ്, നീ എന്റെ അവസരം നേടിയെടുത്തു, ഇനി നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അവൻ അവന്റെ ഫയറിന്റെ പവർ വെച്ച് ഇറുമേന്റെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറുമയാണെങ്കിൽ അത് എളുപ്പത്തിൽ ഡോജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെ എത്ര എളുപ്പത്തിൽ ഡോജ് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ പറ്റി പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അവന്റെ ചെറുപ്പത്തിലെ ഇങ്ങനെ കാട്ടിലും എല്ലാത്തിനും ഇങ്ങനെ അവന്റെ പാരന്റ്സ് വിടുമായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടാണ്. ഒരു 20 മിനിറ്റോളം അവരിങ്ങനെ ഫൈറ്റ് തുടർന്നുകൊണ്ടിരുന്നു. എന്നിട്ട് അസ്മോഡിയസ് പറയുന്നു, നീ എന്റെ ഇത്ര അറ്റാക്കുകളെല്ലാം ഡോജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് അവൻ ദേഷ്യത്തിൽ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരികയാണ്. ഇറുമയാണെങ്കിൽ അവനെ പിടിച്ച് ജർമ്മൻ സൂപ്പർലൈസ് ചെയ്യുകയാണ്. ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ അവന്റെ കാല് സ്ലിപ്പായതാണ്. പിന്നെ ആ മാജിക് ഉപയോഗിച്ചുകൊണ്ട് അവൻ ഒരിക്കലും വീഴൂല എന്നുണ്ടല്ലോ. പിന്നെ അത് വാർത്തയിലൊക്കെ വന്നു. അതിനുശേഷം ആസ്മോഡിയസ് പറയുകയാണ്, ഇവിടുത്തെ നിയമം എന്തെന്ന്, ഒരു ഡീമൻ മറ്റൊരു ഡീമനിൽ നിന്ന് തോറ്റു കഴിഞ്ഞാൽ ആ ഡീമൻ മറ്റേ ഡീമന്റെ അടിമയായിരിക്കണം. അതുകൊണ്ട് ഇറുമ, ഞാൻ നിന്റെ അടിമയായിരിക്കും. അങ്ങനെ അവന്റെ ഫസ്റ്റ് ദിവസത്തോടെ അവനൊരു അടിമേനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന് ഇറുമയ്ക്ക് അവന്റെ ഫസ്റ്റ് ദിവസമാണ് ക്ലാസ്സിൽ. ഇന്ന് ഓറിയന്റേഷൻ അല്ല, ക്ലാസ് തന്നെയാണ് തുടങ്ങുന്നത്. അവൻ സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ ആസ്മോഡിയസ് 6 മണിക്കൂറായിട്ട് അവനെ കാത്തിരിക്കുകയാണ്. ആസ്മോഡിയസ് പറയുന്നു, ഇന്ന് ഫെമിലിയർ സമൻ ചെയ്യുന്ന റിച്വൽ നടക്കുന്ന ദിവസമാണ്. എല്ലാ ഡീമന്റെ അടുത്തും ഫെമിലിയർ ഉണ്ടായിരിക്കണം. അത് അവരെ സ്ട്രോങ് ആക്കുന്നു. ആ ഫെമിലിയർ ആണെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഫെമിലിയർ എന്ന് വെച്ചാൽ ഡ്രാഗനോ അങ്ങനെ ഓരോ ജീവികളായിരിക്കും. ഫെമിലിയർ സമൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് റാങ്കും ഉണ്ടാവും. ഈ ലോകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ, ബെറ്റർ ഡീമൻ ആകണമെങ്കിൽ റാങ്ക് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ റിച്വൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കാലേക്കോ ടീച്ചർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ സമനിങ് പാക്ക് ഉപയോഗിക്കണം. ഇതെന്റെ ബ്രാൻഡിൽ ഉണ്ടാക്കിയതാണ്. ഇതിലൂടെ നിങ്ങൾ മര്യാദക്ക് സമൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കുട്ടികളും അത് ഉപയോഗിച്ച് ഇങ്ങനെ സമൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അസ്മോഡിയസ് ആണെങ്കിൽ ഒരു ഗോർഗൺ സ്നേക്കിനെ സമൻ ചെയ്യുന്നു. അതിനെ ഒരു ഹൈ സമനിങ് എന്നാണ് കണക്കാക്കുന്നത്. കാലേക്കോ ടീച്ചർ കണ്ടിട്ട് പറയുകയാണ്, ഇതൊരു നല്ല കാര്യമാണ്. ഇനി ഇരുമേന്റെ അവസരം വരുന്നു. ഒരു സമൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീമൻ ഒരു സമൻ ചെയ്യും. പക്ഷെ ഹ്യൂമന്റെ കാര്യം വരുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഇരുമ സമൻ ചെയ്യാൻ തുടങ്ങുന്നു. അവൻ സമൻ ചെയ്തിട്ട് കാലേക്കോ ടീച്ചറിനെ തന്നെ കൊണ്ടുവന്നു. കാരണം അവൻ കാലേക്കോ ടീച്ചറിന്റെ ബ്രാൻഡിങ് ഉള്ള സമൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കാലേക്കോ ഇരുമോന്റെ ഫെമിലിയർ ആയിരിക്കുന്നു. അവൻ പൂർണ്ണമായിട്ട് സമനായപ്പോൾ അവനൊരു ചെറിയ പക്ഷിനെ പോലെ എന്തോ ഒരു സംഭവമായി. അവർ രണ്ടുപേരും എന്നിട്ട് പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി ഈ സമനിങ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നു, അത് നടക്കൂല, മിനിമം ഒരു വർഷമെങ്കിലും കാത്തിരിക്കണം. ഇനി ഫെമിലിയർ അതിന്റെ യജമാനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ആ ഫെമിലിയറിന്റെ വേറെ പണിഷ്മെന്റ് ആക്കും. ഇനി നിങ്ങൾ രണ്ടുപേരും ഈ സമനിങ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയാൽ രണ്ടുപേരും മരിക്കും. ഈ കാര്യം സ്കൂളിലെ പത്രത്തിൽ വന്നു. അത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇരുമ കാണുന്നത് ഒരു പച്ച നിറമുള്ള മുടിയുള്ള പെൺകുട്ടിയാണ്. അവളുടെ പേരാണ് ക്ലാര. എന്നിട്ട് ക്ലാര അവരെ പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇരുമ, അസ്മോഡിയസ്, ക്ലാര ഇവരെ ഒരു ടീച്ചർ വന്നിട്ട് ഒരു വള്ളി വെച്ച് കെട്ടി പുറത്താക്കുന്നു. ക്ലാര ഇരുമയോട് പറയുകയാണ്, നീ എന്റെ കൂടെ കളിക്കുവോ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത് കേട്ടിട്ട് ഇരുമ അലിഞ്ഞു പോകുന്നു. എന്നിട്ട് അവന് കളിക്കാൻ സമ്മതിച്ചു
അയച്ചു കൊടുക്കുന്നു. അസ്മോഡിയസിന് അവളുടെ കൂടെ കളിക്കേണ്ടി വന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് 2 സീനിയർ വന്നിട്ട് ക്ലാരനോട് ചോദിക്കുന്നു, ക്ലാര ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരൂ, എന്തെങ്കിലും കുടിക്കാൻ തരൂ. അപ്പൊ ക്ലാര അവളുടെ കീശ ഇങ്ങനെ 2 തട്ട് കെട്ടുമ്പോൾ ഭക്ഷണങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. ഇരുമ ക്ലാരനോട് ചോദിക്കുന്നു, നീ എന്താ ഈ ചെയ്യുന്നത്? ക്ലാര പറയുന്നത്, ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ട്രിക്കാണ്, നമ്മുടെ ഈ കീശയിൽ നിന്ന് എന്ത് സാധനവും എടുക്കാൻ പറ്റും. അതിനുശേഷം ക്ലാര പറയുന്നു, ഞാനെപ്പോഴും അവർക്ക് ഭക്ഷണം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അവരെന്റെ കൂടെ കളിക്കുക. ക്ലാര ഇരുമയ്ക്ക് കുറെ സാധനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇരുമ പറയുന്നു, എനിക്കിതൊന്നും വേണ്ട. അത് കേട്ടിട്ട് ക്ലാര കരയുന്നു. അവള് വിചാരിക്കുന്നു ഇനി അവൻ എന്റെ കൂടെ കളിക്കൂലെന്ന്. അപ്പോൾ ഇരുമ പറയുന്നു, എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അല്ലാണ്ട് തന്നെ നിന്റെ കൂടെ കളിക്കും. അത് കഴിഞ്ഞിട്ട് 3 സീനിയേഴ്സ് തിരിച്ചു വന്നു. അവര് പിന്നെയും ചോദിക്കുന്നു, നമുക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ താ ക്ലാര. അപ്പൊ ക്ലാരക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളൊരു വെൻഡിങ് മെഷീൻ എടുത്ത സീനിയറിന്റെ തലക്കെട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, ഇതിൽ പൈസയുടെ എന്നിട്ട് എന്തെങ്കിലും തിന്നാൻ വേണ്ടി. ഇനി പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ മുത്തശ്ശൻ ഇരുമയോട് ചോദിക്കുകയാണ്, നീ 2 കൂട്ടുകാരെ ഉണ്ടാക്കിയല്ലേ? അപ്പോൾ ഇരുമ പറയുന്നു, എൻ്റെ കൂട്ടുകാരൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് കഴിക്കും, ഒരുമിച്ച് പോകും, അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. മുത്തശ്ശൻ പറയും, ഇത് തന്നെയല്ലോ കൂട്ടുകാരും ചെയ്യുന്നത്. ഇനി സ്കൂളിൽ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ വന്നതായിട്ടാണ് കാണിക്കുന്നത്. ക്യാൻറ്റീനിൽ എത്തിയപ്പോൾ ഓരോരുത്തർക്കും റാങ്ക് അനുസരിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും റാങ്ക് ഒന്നും ആകാത്തതുകൊണ്ട് അവർക്ക് ലെവൽ 0ന്റെ ഭക്ഷണമാണ് കിട്ടുന്നത്. അപ്പോൾ ക്ലാരനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നവര് ദേഷ്യം വന്നിട്ട് ഇവർക്ക് കുറെ ഭക്ഷണം ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. ഇരുമ അത് പെട്ടെന്ന് തന്നെ തിന്നു തീർക്കുന്നു. ആ കടയിലെ ഓണർ ക്ലാരനെ പൊക്കി പിടിച്ചിട്ട് പറയുന്നു, കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും ചെയ്യും, പൈസ തരുമില്ല. എന്നിട്ട് അവിടെ മൊത്തം ഒച്ചപ്പാടും ബഹളമാകുന്നു. അങ്ങോട്ടേക്ക് കാലേക്കോ ടീച്ചർ വരുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്ലാര കാലേക്കോ ടീച്ചറിനോട് ചോദിക്കുന്നു, ടീച്ചർ ഇരുമന്റെ ഫെമിലിയർ അല്ലേ? എന്നിട്ട് ഇരുമേനോട് അവന്റെ കയ്യിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കൈ മേലോട്ട് പൊക്കാൻ പറയുന്നു. കാലേക്കോ ടീച്ചർ ഫെമിലിയർ ആയിട്ട് മാറുന്നു. ആ കടക്കാരൻ തിരിച്ചു വന്നിട്ട് പറയുന്നു, നിങ്ങൾ പിന്നെ എന്റെ കടയിൽ നിന്നും ചോദിക്കാണ്ടെടുത്തല്ലേ? അവര് 3 പേരെ അടിച്ച് പുറത്താക്കുന്നു. ഇരുമ അവർ 2 പേരോട് നിങ്ങൾ എന്റെ കൂട്ടുകാരാവോന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് ചോദിക്കുന്നു, കൂട്ടുകാരെന്താ സംഭവം? അപ്പൊ ഇരുമ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് കൂട്ടുകാരെന്ന്. അവരെല്ലാരും കൂട്ടുകാരാകുന്നു. അടുത്ത ദിവസം ഗ്രാൻഡ് പാ പറയുകയാണ്, ഇരുമ നീയല്ല പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിൽക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ നിന്നെ മിസ് വിറ്റിന്റെ ക്ലാസ്സിലാക്കി, നിന്റെ കൂട്ടുകാരുടെ കൂടെ. പിന്നെ അവർക്ക് അവരുടെ ക്ലാസ്സിലോട്ട് പോകണമെങ്കിൽ ഒരു ഗുഹേന്റെ ഉള്ളിൽ കൂടെ പോകണം. ഗുഹേന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ആ വേസ്റ്റ് ഇടുന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് അവരുടെ ക്ലാസ്സിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരുത്തനെ കാണുന്നു. അവന്റെ പേരാണ് സാപ്നോക്ക്. അവൻ ഇറുമയോട് പറയുന്നു, നീ എന്റെ എതിരാളിയാണ്, ഞാൻ ഡീമൺ കിങ് ആഗ്രഹിക്കുന്നു, ഞാൻ റാങ്ക് ഉന്നിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇരുമ ചോദിക്കുന്നു, ഈ റാങ്ക് ഉന്നെന്താണ്? അവൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഡീമൺ വേൾഡിൽ 10 റാങ്കുകളാണ് ഉള്ളത്. ഏറ്റവും മേലെയുള്ള 10ാമത്തെ റാങ്കിനെയാണ് ഉൻ റാങ്ക് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ടോപ്പായ റാങ്ക്. ആർക്കാണോ 10ാമത്തെ റാങ്ക് കിട്ടുന്നത് അവരായിരിക്കും ഡീമൺ കിങ് ആവുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചറിന്റെ എൻട്രി ഉണ്ടാകുന്നത്. അവരുടെ ടീച്ചർ കാലേക്കോ ടീച്ചറാണ്. കാലേക്കോ ടീച്ചർ പറയുകയാണ്, നിങ്ങളുടെ ഫൈനൽ എക്സാം നടക്കാൻ പോവുകയാണ്, അതാണ് ഈ വാലി മൊത്തം കടക്കുക, അതാണ് നിങ്ങളുടെ എക്സാം. അങ്ങനെ കടക്കാൻ 2 വഴികളുണ്ട്. ഒന്ന് എളുപ്പ വഴി, അതെന്തെന്ന് വെച്ചാല് കുറച്ച് ദൂരം കൂടുതലാണ്. എളുപ്പ വഴിയുണ്ട്, അതാണെങ്കിൽ ഭയങ്കര അപകടം നിറഞ്ഞതാണ്. നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങളുടെ ഫെമിലിയർ സമ്മണിങ്ങിന്റെ റിസൾട്ട് നോക്കി നിങ്ങൾ ഇത് എത്ര നേരം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നത് നോക്കിയിട്ടാണ്. സ്ഥാപനം പറയുന്നു, ഒരു ഡീമൺ കിങ് ഭയങ്കര അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് പോകേണ്ടത്. പെട്ടെന്ന് തന്നെ ഡീമൺ കിങ് ആകാൻ ഇത് തന്നെയാണ് എളുപ്പ വഴി. പിന്നെ ഇപ്പൊ ഡീമൺ കിങ്ങിന്റെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഞാൻ ഡീമൺ കിങ് ആയ അവിടെ തന്നെ ഇരിക്കും. കാലേക്കോ ടീച്ചർ പറയുന്നു, നീ ആ വഴി തെരഞ്ഞെടുക്കരുത്, അത് ഭയങ്കര അപകടം നിറഞ്ഞാണ്. കാരണം എന്താന്ന് വെച്ചാല് അവിടുത്തെ ഗാർഡിയന് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോ റേസ് തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ഡീമന്മാരും അവരുടെ ചിറക് ഉപയോഗിച്ച് പറക്കുകയാണ്. പക്ഷെ ഇരുമ അവന് മാത്രം പറക്കാൻ പറ്റുന്നില്ല. അവൻ ഒരു കുഴിയിലോട്ട് വീഴുന്നു. അതിനുശേഷം എല്ലാവരും പറക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇരുമേനെ ആണെങ്കിൽ ഒരു പക്ഷി പറത്തിക്കൊണ്ട് പോകുന്നു. ആ പക്ഷി പറന്ന് വീണ് അവനെ ഗാർഡിയന്റെ നെസ്റ്റിൽ കൊണ്ടിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഗാർഡിയൻ ഇല്ലായിരുന്നു. ഗാർഡിയൻ സാബിനോക്കുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇരുമ കാണുകയാണ് ഗാർഡിയന്റെ കുട്ടിയുടെ കാല് മുറിഞ്ഞിരിക്കുന്നു. അവൻ അത് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോ അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ചോര വീണ് ആ മുറിവ് ശരിയാവുന്നു. ഇരുമ പറയുന്നു, ഇവിടെ മനുഷ്യരുടെ ചോര ഡീമന്മാരുടെ മുറിവുകളെല്ലാം ശരിയാക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് ആ പക്ഷി ഇരുമേനും കൊണ്ട് ഇങ്ങനെ എങ്ങോട്ടേക്കോ പറന്നു പോവുകയാണ്. സാബിനോക്ക് ഇപ്പോഴും ഗാർഡിയന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഫൈറ്റ് ചെയ്ത് അവൻ ക്ഷീണിച്ച് അവനെ കൊണ്ട് പറ്റാണ്ടായി. എന്നിട്ട് അവൻ പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഡീമൺ കിങ് ആവുക? എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ തോറ്റു കൊടുക്കാനും പറ്റില്ല. ഒരു ഡീമൺ കിങ് അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് അവൻ അവന്റെ ബ്ലഡ് ലൈൻ മാജിക് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ആ മാജിക് എന്തെന്നാൽ അവൻ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കടിച്ച് ആ സാധനം വെച്ചിട്ട് അവന് ഒരു വെപ്പൺ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അവൻ ആ വെപ്പൺ വെച്ചിട്ട് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അതും വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങോട്ടേക്ക് ഇരുമ കടന്നു വന്ന് അവന്റെ മുമ്പിൽ നിന്ന് അവനെ തടയുന്നു. അപ്പൊ ഗാർഡിയന്റെ കുട്ടി അങ്ങോട്ടേക്ക് പറന്നു വന്നിട്ട് അവരാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറയുന്നു. ഗാർഡിയനും അവന്റെ കുട്ടിയും അവനോട് നന്ദി പറയുകയാണ്. ആ റേസ്
റേസ് കഴിഞ്ഞെടുത്ത് കാണിക്കുന്നു. അവിടെയാണെങ്കിൽ അസ്മോഡിയസും ക്ലാരയും എത്തിയിരിക്കുന്നു. അവരാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ക്ലാര എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ അസ്മോഡിയസിന്റെ പുറകിൽ ഇരുന്നിട്ടാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. അവരിങ്ങനെ കാത്തു നിന്ന് സമയം ഒരുപാട് പോയി. അപ്പോൾ കാലേക്കോ ടീച്ചർ അവരുടെ പേര് വെട്ടുകയാണ്. ആ സമയത്ത് ഇറുമയും സാബിനയും അങ്ങോട്ടേക്ക് ഗാർഡിയന്റെ പുറത്തിരുന്ന് പറഞ്ഞു വരുന്നു. ഇനി അവരുടെ റാങ്ക് തീരുമാനിക്കേണ്ട സമയമായി. അവൻ കാലേക്കോ ടീച്ചർ ഒരു മൂങ്ങേനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ആ മൂങ്ങേന്റെ കീശ എടുത്തിട്ടാണ് ഓരോരുത്തർക്കും റാങ്ക് കിട്ടുക. ആസ്മോഡിയസിന് റാങ്ക് 4ഉം ക്ലാരയ്ക്ക് റാങ്ക് 3ഉം പിന്നെ സാബിനോയ്ക്ക് റാങ്ക് 2ഉം പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് റാങ്ക് 1 റാങ്ക് 3 അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇരുമ അവന്റെ എടുത്തപ്പോൾ അവന്റെ റാങ്ക് ഒന്നും കിട്ടിയില്ല, പക്ഷെ അവനൊരു മോതിരം കിട്ടി. അത് കണ്ടിട്ട് സാബിനോ പറയുന്നു, ഈ റിംഗ് ആണ് ഡീമൺ കിങ്ങിന്റെ. അവന്റെ മോതിരത്തിൽ നിന്നൊരു സ്പിരിറ്റ് പുറത്തു വന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അസ്മോഡിയസും സാബിനും അതിനെ തടയാൻ നോക്കി, പക്ഷെ അവരെ കൊണ്ട് പറ്റിയില്ല. അങ്ങോട്ടേക്ക് ഇരുമന്റെ മുത്തശ്ശൻ വരുന്നു. മുത്തശ്ശൻ വന്നിട്ട് ആ റിംഗിന് മുത്തശ്ശന്റെ എനർജി കഴിക്കാൻ കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ മോതിരത്തിന്റെ പേരാണ് ഗ്ലിറ്റിനസ് ഫീഡർ റിംഗ്. ഈ മോതിരത്തിന് പ്രത്യേകത എന്തെന്നാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഊരാൻ പറ്റൂല. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഇറുമയ്ക്ക് അവന്റെ റാങ്ക് കിട്ടിയില്ല. അതെന്റെ സ്കൂളിലുള്ള എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഇറുമയ്ക്ക് റാങ്ക് 1 കൊടുക്കാമെന്ന്. അടുത്തതായിട്ട് ഇറുമയുടെ മുത്തശ്ശൻ ഒരു രഥം ഓടിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരത് രണ്ടുപേരും ഇരുന്ന് പോയി അവർ സ്കൂളിന് മുമ്പിൽ ഇറങ്ങുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നു, ഇതാണ് ഹെൽഫോൺ, സെൽഫോണാണ് സംഭവം. അത് ഇറുമയ്ക്ക് കൊടുക്കുകയാണ്. കാലേക്കോ ടീച്ചർ പറയുന്നു, ഇനി നിങ്ങൾക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഓരോരോ ടീച്ചർമാരെ പോയി കാണണം. എന്നിട്ട് അവർ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ ക്ലാസ് പോയി ടീച്ചർമാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർ ബോട്ടണി ക്ലാസ്സിലെത്തുന്നു. അവിടെ അവർ ടീച്ചർ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെല്ല് കാണിച്ചു തരാം. ഈ സ്പെല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ചെടികളെ വലുതാക്കാൻ പറ്റും. ഈ സ്പെല്ലിന്റെ പേരാണ് ക്വാൻ ക്വാൻ. അങ്ങനെ ഓരോരുത്തരും ഓരോ പ്ലാന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സാബിനോന്റെ പ്ലാന്റ് ആണെങ്കിൽ അത് അതിന്റെ സ്വന്തം പാത്രം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്മോഡിയസിന്റെ പ്ലാന്റ് ആണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആകുന്നു. ക്ലാരന്റെ ചെടിയാണ്. അത് കണ്ടിട്ട് എന്തോ ഒരു സംഭവമാണ്, എനിക്ക് തന്നെ തിരിയുന്നില്ല എന്താന്ന്. അടുത്ത റിമോന്റെ അവസരം. ഇരുമ പറയുന്നു, ഞാനൊരു മനുഷ്യനല്ലേ, ഞാനിതെങ്ങനെ ചെയ്യാം, പക്ഷെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവന് കൈ മുമ്പോട്ട് വെച്ച് ക്വാൻ ക്വാൻ എന്ന് പറയുന്നു. എന്നിട്ട് അവൻ ചിന്തിക്കുന്നു, ഇതൊരിക്കലും നടക്കൂല. അങ്ങനെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഞാനിവിടെ ചെറിയ ബ്ലോസത്തിന്റെ മരം ഉണ്ടാക്കും. പെട്ടെന്നാണെങ്കിൽ അവിടെ മൊത്തം ചെറിയ ബ്ലോസത്തിന്റെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ടും മുത്തച്ഛൻ അവനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഇരുമ്പ, ഞാൻ ആ മോതിരത്തിൽ എന്റെ മാജിക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കും ആ മാജിക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ആ മോതിരത്തെ മോഡിഫൈ ചെയ്തിട്ടില്ല. ഹൈ ലെവല്, ലോ ലെവല്, മീഡിയം ലെവല് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നീ അങ്ങനെ മാജിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൈ ലെവൽ മാജിക് ആണ് ആകുക. ഇരുമിക്കാണെങ്കിൽ അതൊന്നും അറിയില്ലായിരുന്നു. അവൻ ആ മാജിക് ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ ഒരു വലിയ ചെറി ബ്ലോസത്തിന്റെ മരം ഉണ്ടായി. ഇനി സ്റ്റുഡന്റ് കൗൺസിലിന്റെ എൻട്രി ആണ്. ആ സ്റ്റുഡന്റ് കൗൺസിലിന്റെ പേരാണ് അമേരി. അവൾ ഭയങ്കര സ്ട്രോങ് ആണ്. അവളുടെ ഗോൾ എന്തെന്നാൽ സ്കൂളിൽ സമാധാനം നിലനിർത്തുക എന്നതാണ്. പിന്നെ അവൾക്കൊരു സംശയമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇറുമ ഒരു മനുഷ്യനാണെന്ന്. കാരണം അവനുണ്ടാക്കിയ മരം മനുഷ്യരുടെ ലോകത്ത് മാത്രമാണുള്ളത്. ആമേരി അവളുടെ ക്യാബിനിൽ പോയിട്ട് ഒരു സീക്രട്ട് ഡോർ തുറക്കുകയാണ്. അത് ഷെൽഫിന്റെ പുറകിലായിട്ടാണ് ഉള്ളത്. അതിലെന്തെന്നാൽ അവരുടെ കുടുംബത്തിന്റെ സീക്രട്ടാണ്. അത് ശരിക്കും എന്തെന്നാൽ ഹ്യൂമൻ വേൾഡിലെ മാങ്കയാണ്. മാങ്കേന്റെ ടൈറ്റിൽ എന്തെന്നാൽ ഫസ്റ്റ് ലവ് മെമ്മറി എന്നതാണ്. അവൾക്കത് വായിക്കാൻ പറ്റൂല, പക്ഷെ അവൾ അതിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് ഓരോ കാര്യം മനസ്സിലാക്കുന്നു. വെച്ചാൽ ഒരു പെണ്ണും ഒരാണും കൂടി തട്ടുന്നു, എന്നിട്ട് പിന്നെ ബുക്ക് എടുത്ത് കൊടുക്കുന്നു, പിന്നെ അവർ രണ്ടുപേരും സ്നേഹത്തിലാകുന്നു, അങ്ങനെയൊക്കെ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്ക് മാങ്ക ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് റൊമാൻസ് മാങ്ക. നമ്മുടെ മെയിൻ ക്യാരക്ടർ ഇറുമനെ കാണിക്കുന്നു. ഇറുമയാണെങ്കിൽ ടീച്ചേഴ്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേതിൻ്റെ അവൻ്റെ കാര്യം ചെയ്യുന്നു. പിന്നെ അമേരി എന്തോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അമേരിയും ഇറുമയും തമ്മിൽ കൂട്ടിമുട്ടുന്നു. എന്നിട്ട് രണ്ടുപേരും വീഴുന്നു. അപ്പോൾ ഇറുമ അവൻ്റെ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കൈ കൊടുക്കുന്നു. അമേരി ചിന്തിക്കുകയാണ്, ഇതെല്ലാം സെയിം അതേപോലെ തന്നെയാണല്ലോ, മാങ്കയിലെ പോലെ തന്നെയുള്ളത്. ഈ ചെക്കൻ എന്നെ അവന്റെ പ്രേമത്തിൽ കൊടുക്കാനാണോ നോക്കുന്നത്? ഈ സമയത്ത് ഇരുമയ്ക്ക് അമേരിനെ അറിയില്ല, അമേരിക്ക് ഇരുമനെ അറിയില്ല. പക്ഷേ അമേരി അവൻ്റെ അടുത്തുനിന്ന് കുറച്ച് അകന്ന് നിൽക്കാൻ നോക്കുന്നു, അവളുടെ പ്രേമത്തെ അവൻ കുടുങ്ങില്ല എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവൻ്റെ മോൻ പിരിച്ചിങ്ങനെ തിരിക്കും. അപ്പോൾ ഇരുമ വിചാരിക്കും അവൾക്ക് ഞാൻ മനുഷ്യനാണെന്ന് തിരിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ട് ഇരുമ താഴെ കിടന്നിരുന്ന് മാങ്ക എടുത്ത് വായിക്കും. എന്നിട്ട് അമേരി ചോദിക്കും, നിനക്കെങ്ങനെ ഇത് വായിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇരുമ പറയും, ഞാനിത് ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഞാനിതിൽ ജോലിയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അമേരി ഇരുമേനെ തൂക്കി പിടിച്ചുകൊണ്ട് അവളുടെ ക്യാബിനിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇരുമേനോട് പറയുന്നു, ഇരുമ നീ ഇതെനിക്ക് വായിച്ചു തരൂ. എന്നിട്ട് ഇരുമ അവൾക്ക് ഓരോന്നും വായിച്ചു കൊടുക്കുകയാണ്. അമേരി ചോദിക്കും, ഈ ഡേറ്റ് എന്താണ്? അപ്പോൾ ഇരുമ പറഞ്ഞു കൊടുക്കും, ഡേറ്റ് എന്ന് വെച്ചാൽ രണ്ട് പ്രേമിക്കുന്നവരെ ഒരുമിച്ച് കറങ്ങാൻ പോകുന്നത്. അങ്ങനെ വായിച്ച് അവൻ ഒരു വോളിയം മൊത്തം കംപ്ലീറ്റ് ആക്കി.
അപ്പോഴത്തേക്ക് രാത്രി വീട്ടിൽ പോകാൻ സമയമായി. അമേരി അവളുടെ നമ്പർ അവൻ്റെ ഫോണിൽ സേവ് ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എരുമ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ഒമേറ അവനോട് വിളിച്ചിട്ട് ചോദിക്കുന്നു, എരുമ നിനക്ക് ഇനി നിന്റെ ഹ്യൂമൻ വേൾഡിലോട്ട് പോകണമെന്നുണ്ടോ? അപ്പോൾ എരുമ ചിന്തിക്കുകയാണ് അവൻ്റെ ഇപ്പോഴത്തെ ജീവിതവും ഹ്യൂമൻ വേൾഡിലെ ജീവിതവും. എന്നിട്ട് അവൾ പറയുകയാണ്, നിനക്കങ്ങനെ പോകണമെങ്കിൽ നിന്റെ റാങ്ക് ഹൈ ആകണം. നീ അങ്ങനെ ഹൈ റാങ്ക് ഉള്ളൊരു ആളാണെങ്കിൽ നിനക്ക് ഹ്യൂമൻ വേൾഡിലും ഡീമൺ വേൾഡിലും ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഡീമൺ അപ്പൂപ്പൻ ഒരു ഹൈ റാങ്ക് ഡീമനാണ്. അതുകൊണ്ടാണ് അവന് ഇരുമേനെ ഹ്യൂമൻ വേൾഡിൽ നിന്ന് ഡീമൺ വേൾഡിലോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ഇരുമ ക്ലാസ്സിൽ ചെന്ന് അവരുടെ കൂട്ടുകാരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അന്നേരം അവന് അമേരന്റെ മെസ്സേജ് വരികയാണ്, ഇരുമ നീ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. ഇരുമ അങ്ങോട്ടേക്ക് പോകുന്നത് അവക്ക് അടുത്ത മാങ്ക വായിച്ചു കൊടുക്കാനാണ്. ആരെയും അസ്മോഡിയസും ചിന്തിക്കുകയാണ്, ഇവൻ എന്താണ് എപ്പോഴും ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോകുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും തീരുമാനിക്കണേ അവന്റെ പുറകെ പോയിട്ട് അവൻ എവിടെയാ പോകുന്നതെന്ന് നോക്കാന്ന്. അവർ രണ്ടുപേര് ഇരുമേനെ പിന്തുടർന്ന് പോകുന്നു. അവര് കാണുന്നു ഇരുമ അമേരനെ കാണുകയാണ്. ഇവൻ എന്താ പ്രസിഡന്റുമായിട്ട് ചെയ്യുന്നത്? ഇനി ഇരുമേന്റെ ആഗ്രഹം സ്കൂൾ കോങ്കർ ചെയ്യാനാണോ? അതുകൊണ്ടായിരിക്കും പ്രസിഡന്റുമായിട്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗ്രേറ്റ് ആണ് സാർ. അമേരി അവളുടെ കൗൺസിലിലെ ആൾക്കാരോട് പറയാണ്, ഞാൻ ഡേറ്റിന് പോവാണ്. അപ്പൊ അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്ന ഡേറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മാങ്ക വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇരുമേനോട് അമേരി ചോദിക്കുകയാണ്, നിന്റെ ഡ്രീം എന്താണ് ഇരുമ? അപ്പൊ ഇരുമ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഡ്രീം എന്താന്ന്. അമേരി പിന്നെയും ചോദിക്കുന്നത്, നിന്റെ ഡ്രീം എന്താണ് പറ. നിനക്ക് ഡ്രീം ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചിന്തിക്കുക നിന്റെ ഡ്രീം എന്തായിരിക്കണമെന്ന്. അസ്മോഡിയസ് ക്ലാരനെ റൂമിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചു വെക്കുകയാണ്. കാരണം അസ്മോഡിയസിന് തോന്നുന്നു ഇരുമ സ്കൂൾ കോങ്കർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ക്ലാരയ്ക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല് അവൻ എൻ്റെ കൂടെ കളിക്കുന്നില്ല എന്ന്. കാരണം ആ പെൺകുട്ടി അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ക്ലാര റൂമിന്റെ ഉള്ളിൽ കയറാനും ആസാസ് അവളെ തടയാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കിപ്പോ സ്വപ്നമൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നീ റാങ്ക് അപ്പ് ചെയ്യാൻ വേണ്ടി നോക്ക്. നിന്റെ റാങ്ക് 1ൽ നിന്ന് റാങ്ക് 2 അപ്പ് ചെയ്യാൻ നോക്ക്. അന്നേരം തന്നെ ക്ലാരയും അസ്മോഡിയസും അതിന്റെ ഉള്ളിലോട്ട് കയറി. ക്ലാര അവനെ പിടിച്ചിട്ട് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അമേരി പറയുന്നു, ഇരുമ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇന്ന് അവസാനിപ്പിക്കാം, ഇനി ബാക്കി നാളെ ചെയ്യാം. പിറ്റേ ദിവസം സാബിനുവിന്റെ തലയിൽ കയറി ഇരുന്നിട്ട് ക്ലാര ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യാ? ഇരുമ എന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോവുകയാണല്ലോ. ഞാനാണെങ്കിൽ ആ ചോപ്പ് മുടിയുള്ള പെണ്ണിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാബിന പറയാണ്, നീ ഇങ്ങനെ ശ്രമിക്കുക അവനെ നിന്റെ സ്നേഹത്തിന്റെ ഉള്ളിൽ പെടുത്താൻ വേണ്ടിയിട്ട്. ക്ലാര ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നു. പിന്നെ ക്ലാര അവളുടെ ഫോം ഫില്ല് ചെയ്യുന്നു. അതിലെന്തെന്നാല് സെക്യൂപ്പസ് ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള. ക്ലാര സെക്യൂപ്പസ് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പൊ അവൾ ടീച്ചർ എല്ലാവരുടെയും സെക്സിനെസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാരേന്റെ നോക്കിയപ്പോ 2% ഉള്ളൂ. കുഞ്ഞു കുട്ടികളുടെ അത്രേ ഉള്ളൂ അവൾക്ക്. എന്നിട്ട് അവൾക്ക് കുറച്ച് ബുക്കെല്ലാം ടീച്ചർ കൊടുക്കുന്നു. അത് നോക്കി പഠിച്ച് നീ എല്ലാം ചെയ്യുന്ന പറയും. ക്ലാര ബുക്ക് പഠിച്ചിട്ട് എല്ലാം ചെയ്ത് നോക്കുക. അതിലാണെങ്കിൽ അവൾക്ക് മീറ്ററിൽ കുറഞ്ഞാണ് വരുന്നത്. ആ ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്, നിനക്കാരെ ഇഷ്ടപ്പെടുന്ന അയാളെ പോയി തൊട്, പിന്നെ മേക്കപ്പ് ചെയ്യ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ക്ലാര എന്തൊക്കെ ചെയ്തിട്ട് അതൊന്നും നടക്കുന്നില്ല. എന്നിട്ട് അവള് ഭയങ്കര സങ്കടത്തോടെ വീട്ടിലോട്ട് പോകുന്നു. അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ കുടുംബക്കാരെല്ലാം അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ഒന്നും കൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചാൽ അവള് ഇരുമേന്റെ നേരെ വന്നത്. അതാണ് കാലക്കോ ടീച്ചറിന്റെ മേത്താണ് ആയത്. എന്നിട്ട് അവൾ ആ ടീച്ചറിന്റെ അടുത്ത് തിരിച്ചു ചെല്ലും. അപ്പൊ ടീച്ചറോട് പറയാം, എനിക്ക് ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ടീച്ചർ പറയും, എൻ്റെ അടുത്തൊരു പെർഫ്യൂം ഉണ്ട്, ഇതും വെച്ചിട്ട് എന്തായാലും നടക്കുന്നു. ക്ലാര പറയാം, എനിക്ക് അങ്ങനത്തെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവള് ഒരിടത്ത് സങ്കടപ്പെട്ട് പോയിരിക്കും. അപ്പോൾ ഇരുമ വന്നിട്ട് അവളോട് പറയും, ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നത്. അത് കേട്ടിട്ട് അവൾക്ക് സന്തോഷമായി. അവള് സന്തോഷത്തിൽ പറയുക, അവനെ ഒരു പെൺകുട്ടീനെ പോലെയല്ലേ കരുതുന്നേ. ഇരുമ, ഞാൻ നിന്നെ ഒരു ദിവസം എന്റെ പ്രേമത്തിൽ കൊടുക്കും. ടീച്ചർ ജനലിൽ കൂടെ നോക്കുമ്പോൾ ക്ലാരന്റെ പെർസെന്റേജ് 2ൽ നിന്ന് 10 മാറി. ഇതെന്താ ഇങ്ങനെ, എന്തൊരു മാജിക്കാ ഇത്? രാത്രി കിടക്കാൻ സമയത്ത് ഇരുമ ചിന്തിക്കാണ്, ഞാൻ റാങ്ക് അപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? അമേരി പറയുന്ന ആരും ഓർക്കുന്നു, നീ റാങ്ക് അപ്പ് ചെയ്തിട്ട് എന്റെ നിലയിൽ അത്ര എത്തണം. പിന്നെ രാവിലെ സ്കൂളിൽ വെച്ചിട്ട് രാവിലെ ഇരുമ അസ്മോഡിയസിനും ക്ലാരനോടും പറയുന്നു, എനിക്ക് റാങ്ക് അപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അസ്മോഡിയസ് പറയുന്നു, എനിക്കറിയാമായിരുന്നു ഇരുമ, നിനക്കും റാങ്ക് അപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്. ആ സ്കൂളിലത്തെ ജിമ്മിന്റെ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നു, റാങ്ക് അപ്പ് ചെയ്യണമെങ്കിൽ ഒരു എക്സാമിനേഷൻ ഉണ്ട്. ഈ അടുത്ത എക്സാമിനേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ക്യാനൻ ബോളിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗെയിമിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡീമൻസ് അവർ ടെറിട്ടറി എത്ര വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്ത് അവർ ഭയങ്കര അപകടമായിരുന്ന ഒരു ബോളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ കാലം മാറിയതിനനുസരിച്ച് ബോളും മാറി ഇപ്പോൾ ഒരു സാധാരണ ബോളാണ്. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഒരു ഡോജ് ബോളായി മാറി. ഈ മുഴുവൻ കളിയും ഡോജ് ബോൾ പോലെ തന്നെയാണ് ഉള്ളത്. ക്ലാര, നിന്റെ കേഴ്സിൽ നിന്ന് ഒരു കേഴ്സ് ഡോൾസിനെ പുറത്തെടുക്കുക, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇരുമ ഡോജ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ അറ്റാക്കിങ് അത്ര പോരാ. അവരങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന്. നോക്കുമ്പോൾ എല്ലാവരും നല്ല മാജിക് ഒക്കെ ഉണ്ട്. ഇരുമ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് പറയാണ്, അയ്യോ എൻ്റെ അടുത്താണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പൊ നിനക്ക് ഈ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ റാങ്കിങ് ടീമിനോട് ഇത് സംസാരിക്കണം. അറിയാലോ നമ്മുടെ ഹൈ റാങ്കിങ് ടീമിന് ഇവിടെ ആരാ ഉള്ളതെന്ന്, നമ്മുടെ ടീമിനെ പൂപ്പൻ. പിന്നെ അവര് പോയിട്ട് മുത്തച്ഛനോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം മുത്തച്ഛൻ അവരെ വീട്ടിലോട്ട് വന്ന്
ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, നീ ഇങ്ങനെ ബോൾ എറിയുമ്പോൾ ഈ സ്പെല്ല് നീ പറഞ്ഞോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡ്രാഗൺ വന്നിട്ട് ആ ബോളിനെ കൊണ്ട് പോകും. അപ്പോൾ ഇരമ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ സ്പെല്ലൊന്നും വേണ്ട, എന്റെ ശക്തി കൊണ്ട് തന്നെ എനിക്ക് ജയിക്കണമെന്ന്. അത് കേട്ടിട്ട് അവന്റെ മുത്തച്ഛന് വളരെ സന്തോഷമായി. എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഓപ്പറേനെ ടീച്ചറായിട്ട് കൊണ്ടുവരുന്നു. ഓപ്പറ പറയുകയാണ്, നിന്റെ ഡോജിങ് സ്കില്ല് കൊള്ളാം ഇറുമ, പക്ഷെ നിന്റെ അറ്റാക്കിങ് സ്കില്ല് ഒട്ടും കൊള്ളൂല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ അവന്റെ കയ്യിലാണെങ്കിൽ ഭയങ്കര പാടൊക്കെ ആയി. അവസാനം അവനൊരു ബോൾ പിടിച്ചു. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എക്സിക്യൂഷൻ കാനൻ ബോളിന്റെ ദിവസം, ഗെയിമിന്റെ ദിവസം വന്നു. പിന്നെ അന്ന് രാവിലെ ഒപ്പേറ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് എത്ര പേടിയുണ്ടെങ്കിൽ അത് നിന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നല്ല ശക്തിയോടെ കളിക്കും. പിന്നെ കാലേക്കോ ടീച്ചർ അവർക്ക് ഇതിന്റെ റൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഡോജ് ബോൾ പോലെ തന്നെയാണ് അതിന്റെ റൂൾസും ഉള്ളത്. പിന്നെ ഒരു പ്രത്യേക റൂൾ ഉണ്ട്, എന്ന് വെച്ചാൽ മാജിക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് മാജിക് ഉപയോഗിക്കാം, അത് എവിടെയാന്ന് വെച്ചാൽ ബോളിന്റെ മേലെ മാത്രം. വേറെ എവിടെയെങ്കിലും മാജിക് ഉപയോഗിച്ചാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. പിന്നെ അവർ ഓരോരോ ടീമുകളായിട്ട് തിരിച്ചു. ഇറുമയും ക്ലാരയും ഒരു ഗ്രൂപ്പിൽ വരുന്നു, പക്ഷെ അസ്മോഡിയസ് വേറെ ഗ്രൂപ്പിലായി പോകുന്നു. അസ്മോഡിയസ് ചിന്തിക്കുന്നു, ഞാൻ ഇറുമസാമിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. ഗെയിമിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബോളും വെച്ച് കളി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ക്ലാര എന്താണെന്നറിയില്ല, എന്തൊക്കെയോ കീശയെന്ന് കുറെ ബോളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചേട്ടാന്നൊന്നും അറിയില്ല. അന്നേരം മേഘത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരുത്തെ അവന്റെ മാജിക് ഉപയോഗിച്ച് സ്റ്റേജിന്റെ മേലെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ കാലേക്കോ സെൻസെ അവനെ പുറത്താക്കുന്നു. അടുത്ത ബോള് ഇറുമേന്റെ കയ്യിലോട്ട് കിട്ടുന്നു. ഇറുമയ്ക്കാണെങ്കിൽ പിടിക്കാൻ മാത്രമേ അറിയുള്ളൂ, അറ്റാക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ സാബിനോ അവന്റെ അടുത്ത് നിന്ന് ബോൾ മേടിച്ചിട്ട് അസ്മോഡിയസിന്റെ നേരെ എറിയുന്നു. അസ്മോഡിയസ് ആണെങ്കിൽ എളുപ്പത്തിൽ ആ ബോളിനെ ക്യാച്ച് ചെയ്യുന്നു. സാബിനോസിനെ അസ്മോഡിയസ് ഔട്ട് ചെയ്യുന്നു. അവസാനം ഇറുമയും അസ്മോഡിയസും മാത്രമാണ് ഉള്ളത്. അപ്പോൾ അസ്മോഡിയസ് ചിന്തിക്കുന്നു, ഞാൻ അവനെ ജയിപ്പിച്ച് വിട്ടേക്കാം. പക്ഷെ ഇറുമേന്റെ മുഖത്തിലെ ഡിറ്റർമിനേഷൻ കണ്ടിട്ട് അസ്മോഡിയസ് തീരുമാനിക്കുന്നു, ഞാൻ നന്നായിട്ട് കളിക്കണം. അസ്മോഡിയസ് അവന്റെ മുഴുവൻ ശക്തി എടുത്തിട്ട് ഇറുമേന്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു ഫയർ ബോൾ പോലെ ആക്കിയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇറുമ അവന്റെ പേടി മുഖത്ത് കാണിക്കുന്നില്ല. അവൻ ഒപ്പറ പറഞ്ഞ കാര്യം ഓർക്കുന്നു. അവന്റെ പേടി മൊത്തം അവന്റെ ശക്തിയാക്കി മാറ്റി ഓടി ഓടി വന്ന് അസ്മോഡിയസിന്റെ ബോൾ പിടിക്കുന്നു. പക്ഷെ അവന് അത് അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. അവന് ഒരു കാര്യം ചെയ്യുകയാണ്, അവൻ ആ ഫയർ ബോളിന്റെ പവറിനെ അങ്ങനെ തന്നെ എടുത്ത് തിരിച്ച് അസ്മോഡിയസിന് നേരെ തന്നെ എറിയുന്നു. ആ ബോൾ നേരെ അവന്റെ ഷോൾഡറിൽ കൊണ്ടിട്ട് പുറത്തോട്ട് പോയിരുന്നു. അതുകൊണ്ട് അസ്മോഡിയസ് തോറ്റ് ഇറുമ ജയിച്ചിരിക്കുന്നു. കാലേക്കോ ടീച്ചർ പറയുന്നു, ഇറുമ, നിന്നെ അസ്മോഡിയസ് വെറുതെ ജയിപ്പിക്കുമായിരുന്നെങ്കിൽ ഞാൻ നിനക്കിത് തരൂലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ 100% വന്ന് കളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് ഈ റാങ്ക് അപ്പ് വരുന്നത്. ഇറുമ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, ഗ്രാൻഡ്പ എന്റെ റാങ്ക് അപ്പ് ആയിരിക്കുന്നു, ഞാൻ ലെവൽ 2 എത്തിയിരിക്കുന്നു. പേര ഇറുമേനോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ അവന്റെ മുത്തച്ഛന് ദേഷ്യം വന്നിട്ട് പറയാണ്, ഞാനല്ല നിനക്ക് ഇവിടെ കൊണ്ടുവന്ന് സഹായിച്ച, നീ എന്നോട് താങ്ക്സ് പറയേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നെ അങ്ങനെ വലിയതായിട്ട് സഹായിച്ചിട്ടൊന്നുമില്ല. പിറ്റേ ദിവസം ഇറുമ അമേരിക്ക് വേണ്ടിയിട്ട് ആ മാങ്ക വായിച്ചു കൊടുക്കുകയാണ്. അതിന് ഇതെന്ത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇനി അടുത്തവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിന്റെ ബെല്ലടിച്ചപ്പോൾ ഇറുമ അങ്ങോട്ടേക്ക് പോകുന്നു. ഇറുമേന്റെ ക്ലാസ്സിൽ പുതിയ ടീച്ചർ വന്നിരിക്കുന്നു. ടീച്ചറിന്റെ പേരാണ് റോബിൻ സെൻസെ. അവൻ ക്ലാരേനെ പോലെ തന്നെയാണ് കാണാനിരിക്കുന്നത്. ടീച്ചർ പറയുകയാണ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഫെമിലിയറുമായിട്ട് കുറച്ചുകൂടി ബോണ്ട് ആകാനെന്ന്. ക്ലാസ് തുടങ്ങുന്നു. അസ്മോഡിയസ് ആണെങ്കിൽ അവന്റെ ഗോർഗൻ സ്നേക്കിനെ പുറത്തെടുക്കുന്നു. സാബിനവും അവന്റെ ഫെമിലിയറിനെ സമൻ ചെയ്യുന്നു. അതാണ് കോർപ്പി. പിന്നെ അവർ രണ്ടുപേരും പഴയതുപോലെ തന്നെ പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ക്ലാര അവളുടെ ബീസ്റ്റിനെ സമൻ ചെയ്യുന്നു. അവളുടെ ബീസ്റ്റ് ആണെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ബീസ്റ്റ് ആണ്. അതാണെങ്കിൽ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. റോബിൻ ടീച്ചർ എന്തൊക്കെയാണ്, ക്ലാര നീ ഇതെങ്ങനെയാണ് ഇതിനെ ടേം ചെയ്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു, ക്ലാരയല്ല, ബീസ്റ്റ് ആണ് ക്ലാരേനെ അടിമയാക്കിയിരിക്കുന്നത്. ആ ബീസ്റ്റ് ആണെങ്കിൽ ക്ലാരയോട് പറയും, ക്ലാര നീ എങ്ങനെ ഈ സാധനം എടുത്തിട്ട് എനിക്ക് ഭക്ഷണം തരൂ അങ്ങനെയൊക്കെ പറയുന്നു. ക്ലാര അതേപോലെ ചെയ്യുന്നു. നേരെ തിരിച്ചാണ് സംഭവം ഉള്ളത്. ഇപ്പോ അടുത്ത അവസരമാണ് നമ്മുടെ ഇറുമയാണെങ്കിൽ സമൻ ചെയ്യുന്നില്ല. പക്ഷെ റോബിൻ സാർ ആണെങ്കിൽ ഭയങ്കര നിർബന്ധിച്ച് അവനെ കൊണ്ട് സമൻ ചെയ്യിപ്പിക്കുന്നു. റോബിൻ സാർ ചിന്തിക്കുകയാണ്, ഇതൊന്നും ഇവന്റെ സ്പെയിന് ഇത്ര സോഫ്റ്റ് ആയിരിക്കുന്നത്, ഞാൻ അറിയില്ല ഇത് കാലേക്കോ സെൻസെ ആണെന്ന്. നമ്മള് കാലേക്കോ സെൻസയും ഇറുമയും തമ്മിലുള്ള സംഭാഷണം കാണിക്കുന്നു. നീ എന്തായാലും നീ എന്നെ സമയം ചെയ്തു, ഇനി നീ ക്ലാസ്സിൽ ഫുൾ മാർക്ക് മേടിക്കണം. റോബിൻ സാർ പറയുകയാണ്, പട്ടീനെ ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് എന്നെ കടിച്ചോണ്ട് എടുത്തോണ്ട് വരില്ല, അതേപോലെ തന്നെ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് എന്നിട്ട് അത് ഫെമിലിയറിനോട് എടുത്തോണ്ട് വരാൻ പറയുന്നു. കാലേക്കോ ടീച്ചറിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് എടുത്തോണ്ട് വരുന്നത്. പിന്നെ റോബിൻ സാർ പറയുന്നത്, നിങ്ങൾക്ക് ഫെമിലിയറിനോട് ഡാൻസ് കളിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാലേക്കോക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവരെ രണ്ടുപേരും ഫെമിലിയർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ കാലേക്കോ ടീച്ചർക്ക് ദേഷ്യം വന്നിട്ട് ആ ഫെമിലിയർ രണ്ടുപേരും അടിച്ച് താഴെയിടുന്നു. ഇറുമയും അവരുടെ കൂട്ടുകാരും ക്യാൻറ്റീനിൽ കഴിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഇറുമ ചോദിക്കുന്നു, എന്താ ഇവിടെ മൊത്തം ആൾക്കാരില്ലാണ്ടിരിക്കുന്നത്? അപ്പൊ അസ്മോഡിയസ് പറയുന്നു, ഇന്നാണ് ബാറ്റിലേഴ്സിനെ റുക്കിയാണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇറുമ ചോദിക്കുന്നു, ഈ ബാറ്റിലേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അസ്മോഡിയസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെന്താന്ന് വെച്ചാൽ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ളവരെയും കൊണ്ട് ഓരോരോ ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഇറുമ പറയുന്നത്, ഇത് ക്ലബ്ബ് പോലെ തന്നെയല്ലേ? അസ്മോഡിയസ് ചോദിക്കുന്ന എന്താന്ന്. അപ്പൊ പിന്നെ അവിടെ എന്തൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങി. പരിപാടി തുടങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. പിന്നെ അപ്പർ ക്ലാസ്സിലുള്ള ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരുത്തൻ
ഇരുമേന്റെ അടുത്തേക്ക് അവൻ ക്ലബിൽ കയറി ചേരാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചു ക്ഷണിക്കുന്നു. പക്ഷെ ആസ്മോഡിയസ് അവന്റെ ഫയർ വെച്ച് തടഞ്ഞ് അവന്റെ ചുറ്റും ഒരു ഫയർ കൊണ്ട് ഒരു റിങ് പോലെ ആക്കുന്നു. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പർ ക്ലാസ്സിലുള്ള ഓരോരുത്തരും അവരെ കെട്ടിക്കൊണ്ടും എടുത്തുകൊണ്ടും ഒക്കെ അങ്ങനെ അവരുടെ ക്ലബിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിട്ട്. ഇറുമയ്ക്കാണ് അത് കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് സ്റ്റുഡന്റ് കൗൺസിലിങ്ങിലെ ആൾക്കാരെല്ലാവരും വരുന്നു. എന്നിട്ട് ഇരുമേന്റെ അടുത്ത് വന്നിട്ട് അമേരി പറയാണ്, ഇരുമ നീ എന്റെ ഗ്രൂപ്പിൽ ചേർന്നോ? അപ്പോൾ എല്ലാവരും വിചാരിക്കും അത് ആസ്മോഡീസിനെ വിളിച്ചതെന്ന്. പക്ഷെ നമുക്കറിയാലോ അത് ഇരുമേനെയാണ് എന്തിനാ വിളിച്ചതെന്നൊക്കെ. കാലൊക്കെ ടീച്ചർ പറയുന്നു, നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇനി 3 ദിവസം കൂടി ഉണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏത് ക്ലബിലാണ് ചേരേണ്ടതെന്ന്. പിന്നെ അവർ ഓരോരോ ക്ലബ്ബ് കാണാൻ പോവുകയാണ്. ലൈബ്രറിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ക്ലബ്ബ്, ലൈബ്രറിന്റെ ക്ലബ്ബ്, പിന്നെ ഡീമൻ കിങ്ങിന്റെ ക്ലബ്ബ്. സാബിനോ ആണെങ്കിൽ ഡീമൻ കിങ്ങിന്റെ ക്ലബിലോട്ട് പോകുന്നു. അവിടുന്ന് അവൻ എന്തെങ്കിലും ട്രെയിനിങ് കിട്ടുന്നു, ഫിസിക്കൽ ട്രെയിനിങ് കിട്ടുന്നു വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ മറ്റേ ഡീമൻ കിങ്ങിനെ കുറിച്ച് പഠിക്കാനും പിന്നെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഉള്ളത്. അവൻ ആദ്യം അത് കണ്ടിട്ട് ഷോക്കായി പോയി. പക്ഷെ അവൻ അവിടെ ഇരിക്കാൻ തീരുമാനിക്കുന്നു. ഇരുമയ്ക്കാണ് തീരുമാനിക്കാൻ പറ്റുന്നില്ല എവിടെയാണ് അവന് ചേരുവാന്ന്. അപ്പോൾ അവന്റെ മോതിരം തിളങ്ങാൻ തുടങ്ങി. എന്നിട്ട് അവനെ എങ്ങോട്ടേക്കോ പറത്തിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് അവനെ ഒരു ചെക്കനുമായിട്ട് കൂട്ടിമുട്ടിക്കുന്നു. അവന്റെ അടുത്ത് ആണെങ്കിൽ ഇവന്റെ അടുത്തുള്ള റിങ്ങിന്റെ പോലെ തന്നെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് അവന്റെ കഴുത്തിലിരിക്കുന്ന മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ രണ്ടൊരു അട്രാക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുവന്നത്. അവൻ പറയുകയാണ്, എന്റെ അടുത്ത് ഒരു ക്ലബ്ബ് ഉണ്ട്, ഞാനും ഇങ്ങനെ ഒരു ക്ലബിലാണ് നിൽക്കുന്നത്. അതില് മാജിക് കുറഞ്ഞവർക്കും മാജിക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ്പ അവന്റെ മോതിരത്തെ മോഡിഫൈ ചെയ്തു. അതില് ലോ ലെവൽ, മീഡിയം ലെവൽ, എക്സ്ട്രീം ലെവൽ, അങ്ങനെ ഓരോരോ ലെവൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ 4ാമത്തെ ഒരു ലെവലും കൂടെ ഉണ്ട്. അതാണെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലെവലാണ്. നീ അധികം ഇത് ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇതിന് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള പവറാണ്. ഇത് ഈ റിങ്ങിലെ മൊത്തം മാജിക് ഉപയോഗിക്കും. പിറ്റേ ദിവസം അവർ പിന്നെയും ഓരോരോ ക്ലബ്ബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ ബോളിന്റെ അവൻ ഒന്നും കൂടി ചെല്ലുകയാണ്. പിന്നെ അവന്റെ ലെവൽ 1 പവർ ഉപയോഗിച്ചിട്ട് ആ ബോൾ എറിയുന്നു. അപ്പൊ അവരെല്ലാവരും ചിന്തിക്കണം, ഇർമ നിന്റെ ശക്തിയെല്ലാം അവിടെ പോയി. അതിനുശേഷം അവനും അവന്റെ കൂട്ടുകാരും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരി അവനൊരു മെസ്സേജ് അയക്കുന്നു, ഇരുമ നീ എപ്പോഴാണ് സ്റ്റുഡന്റ് കൗൺസിലോട്ട് വരുന്നത്? ഇരുമ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയുന്നു. അന്നേരം ഒരു എക്സ്പ്ലോഷന്റെ സൗണ്ട് കേൾക്കുന്നു. പിന്നെ ആദ്യം കണ്ടില്ല അവനാണ് ആ എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിരുന്നത്. ഇരുമ അവനെ കുറച്ച് കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്, അവനെ കുറച്ച് കാറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ പേര് കീരിയോ എന്നാണ്. എന്റെ അടുത്ത് മാജിക് കുറച്ച് കുറവാണ്, ഞാൻ ഇത് എടുത്തതെന്ന് വെച്ചാല് കുറച്ച് മാജിക് കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണുള്ളത്. ഇരുമ വയ്ക്കുന്നു, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? അപ്പൊ ഭയങ്കര ചാടി എഴുന്നേറ്റിട്ട് ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവൻ ചൊമിച്ച് ചോര ഉപ്പുന്നു. അന്നേരം അവൻ പറയുന്നു, ഞാൻ വീക്കായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ പൊട്ടിക്കിടക്കുന്ന ഒരു സാധനം ഇരുമ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കുന്നു. അപ്പൊ അവൻ ചോദിക്കുകയാണ്, ഓ നീ എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് ശരിയാക്കി എടുത്തേ? അപ്പൊ അവൻ പറയുന്നത്, ഇതൊക്കെ സിമ്പിളാണ്, ഇതിനെയൊക്കെ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. എന്നിട്ട് അവൻ ആ സാധനം എടുത്ത് ഒരു സ്ഥലത്ത് എടുത്ത് വെക്കുകയും പിന്നെ അവൻ ഈ സാധനം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്നു. ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ മാജിക് കുറവുള്ളവർക്ക് ഇത് മാജിക് കൊടുക്കുകയും മാജിക്കിന്റെ ഈ അന്തരങ്ങൾ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുകയാണെന്ന്. ഇരുമ അമേരിക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഇന്ന് എനിക്ക് വരാൻ പറ്റൂല എന്ന്. അപ്പൊ അമേരിക്കാണെങ്കിൽ സങ്കടമാകുന്നു. കീരിയോട് ഇരുമ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ ഗ്രൂപ്പിൽ ചേരട്ടെ? ആ ചേർന്നു. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് പറയുകയാണ്, നീ ഇത് ജോയിൻ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളും ഇതിൽ ജോയിൻ ചെയ്യും. അത് കണ്ടിട്ട് കീരിയോയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. ഇരുമ അമേരിന്റെ റൂമിലോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവള് വിചാരിക്കുന്ന അവൻ വന്നല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞാൽ ചായയൊക്കെ കൊടുക്കാൻ നോക്കുന്നു. ഇരുമ പറയുന്നു, ഞാൻ വേറൊരു ക്ലബ്ബിൽ ചേർന്നിരിക്കുന്നു. അത് കേട്ടിട്ട് അവളുടെ മനസ്സ് തകർന്നു പോകുന്നു. ഒപ്പര പറയുകയാണ്, നിനക്ക് സ്റ്റുഡന്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ടാവും, അതിനെ ഇവിടെ ബാറ്റിലർ പാർട്ടി എന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഡീമൻ വേൾഡ് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. 13 ഡീമന്മാരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അടുത്ത ഡീമൻ കിങ് ആയിട്ട് ഇരിക്കുന്നത് ആരാന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡീമൻ കിങ്ങിന്റെ സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് 3 ടോപ്പ് കണ്ടന്റൻസ് ആണ് ഉള്ളത്. അതിലൊന്നാണ് സാലിവ, ഇരുമേന്റെ ഗ്രാൻഡ് പാ. അവരെല്ലാവരും ഫ്ലോർ നമ്പർ 666 ഇരിക്കുന്നത്. അവിടെ വന്നിട്ട് എല്ലാവരും പറയാണ്, ആരുടെ ഗ്രാൻഡ് സൺ ആണ് ക്യൂട്ടായിട്ടുള്ളത്? അപ്പോൾ സാലിവൻ ഇരുമേന്റെ ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ എന്റെ ഗ്രാൻഡ് സൺ ആണ് ഭയങ്കര ക്യൂട്ട് എന്ന്. അപ്പൊ അവര് ചോദിക്കുകയാണ്, നീ കല്യാണം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഗ്രാൻഡ് സൺ ഉണ്ടായേ? എന്ത് പറഞ്ഞാലും നിന്റെ ഗ്രാൻഡ് സൺ ആണ് ക്യൂട്ട് ആയിട്ടുള്ളത്. പിന്നെ അവര് തീരുമാനിക്കുകയാണ് സാലിവനെ തന്നെ ഡീമൻ കിങ് ആയിട്ട് അടുത്ത് തീരുമാനിക്കാമെന്ന്. സാലിവൻ പറയുന്നത്, എനിക്കിപ്പോ ഒന്ന് ഡീമൻ കിങ് ആകണമെന്ന് ആഗ്രഹമില്ല, ഞാൻ എന്റെ ഗ്രാൻഡ് സൺ എന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആകുന്നില്ല. അടുത്ത ഡീമൻ അപ്പൂപ്പൻ മേരീന്റെ അച്ഛനെ കാണുന്നു. അവന്റെ അച്ഛനാണെങ്കിൽ ഡീമൻ പോലീസാണ്. അവൻ സാലിമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം അവൻ ഇല്ലീഗലായിട്ടാണ് ഹ്യൂമൻ വേൾഡിലോട്ട് പോയത്. അവരെ സാലിവനെ ജയിലിലോട്ട് കൊണ്ടുവന്നു. പക്ഷെ അവനെ പിടിച്ചു വെക്കുകയൊന്നും ചെയ്യുന്നില്ല. അവനെ സാധാരണ പോലെ എഴുതുന്നു. പക്ഷെ അവനെ അവിടെ നിന്ന് വിടൂലെന്നൊക്കെയാണ് പറയുന്നത്. സാലിവൻ ഡീമൻ വേൾഡിൽ എങ്ങനെ പോയെന്നുള്ള കാര്യത്തെ പറ്റി ഇവർക്ക് എങ്ങനെ അറിഞ്ഞെന്ന് മനസ്സിലാകുന്നില്ല. പോലീസുകാരൻ പറയുന്നത്, ഞങ്ങളോട് ഒരാൾ പറഞ്ഞു തന്നതാണ്, അത് ആരാന്ന് ഞങ്ങൾക്കറിയില്ല.
എല്ലാവരും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, അവരുടെ പാരൻസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് പിള്ളേർ കുറച്ച് സങ്കടത്തിലാണ്, അവർ വന്നിട്ട് എന്തൊക്കെ ചെയ്യുവാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇരുമയ്ക്ക് ആദ്യമായിട്ടാണ് അവൻ്റെ സ്കൂളിലെ ടീച്ചർക്കാരെങ്കിലും വരുന്നത്. ഇരുമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു. അവൻ്റെ മുത്തശ്ശൻ എന്തായാലും വരുന്നതിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. സാലിവൻ കാലിക്കോ ടീച്ചറിനെ വിളിച്ച് പറയാണ്, ഞാൻ ഇപ്പോൾ ജയിലിലാണുള്ളത്, അതുകൊണ്ട് കുറച്ച് നേരം നീ ഈ സ്കൂളിലത്തെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന്. അപ്പോൾ കാലിക്കോ വിചാരിക്കാണ്, സാലിവൻ എന്തിനാണ് പോലീസ് വിളിച്ചത്? ഇരുമ അവരുടെ കൂട്ടുകാർ അവരുടെ പുതിയ ക്ലബിലോട്ട് പോകുന്നു. എന്നിട്ട് അവർ ചിന്തിക്കുകയാണ് എന്താണ് ഇപ്പൊ ചെയ്യാന്ന്. എന്നിട്ട് അവരെല്ലാരും കൂടെ അവരുടെ ഈ സ്റ്റോർ വെക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് പരിപാടിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തോട്ട് പോയി നോക്കുമ്പോൾ അവർക്ക് ചെറിയൊരു സ്ഥലമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇരുമ പറയാണ്, നമുക്കൊന്നാ പടക്കം പൊട്ടിച്ചാലോ, നല്ല തെളിഞ്ഞ ആകാശമില്ല, നമുക്ക് പടക്കം പൊട്ടിക്കാം. അവർക്ക് ആർക്കും പടക്കം അങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഇത് തിരിയൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കണ്ടേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇരുമ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇരുമ ഓടിച്ചെന്ന് അമേരിയന്റെ അടുത്ത് വന്നിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് മാങ്കേന്റെ ഒരു ബുക്ക് മേടിച്ചുകൊണ്ട് വരികയാണ്. അമേരിയനോട് ആ മാങ്കേന്റെ ഒരു ബുക്ക് തരാമോന്ന് ചോദിച്ചു. അപ്പൊ അവള് തരൂലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ എനിക്ക് പിന്നെ ഞാനങ്ങനെ പടക്കം അങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പടക്കം എന്ന് കേട്ട് പറഞ്ഞാൽ അവള് മാങ്ക അവന് കൊടുക്കുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് കൊണ്ടുതരാമെന്ന് പറയുന്നു. ഇരുമ പടക്കങ്ങളുടെ ചിത്ര ക്ലബിലുള്ള എല്ലാവരെയും കാണിക്കുകയാണ്. എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ അവരങ്ങനെ ചെയ്ത് ഒരു എക്സ്പെരിമെന്റിട്ട് അവര് ഒരു പടക്കം മേലോട്ട് ഇട്ടിട്ട് കറക്റ്റ് പൊട്ടുകയാണ്. രാത്രി കിടക്കുന്ന സമയമായപ്പോൾ അവരെ പിലോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അന്നേരം കീരിയോ പറയണം അവന്റെ ബ്ലഡ് ലൈൻ മാജിക് എന്തെന്നാൽ ബാരിയർ ആണ്. പിന്നെ അവർ കിടക്കാൻ തുടങ്ങുമ്പോൾ കീരിയോക്ക് ഒരു കോള് വരുന്നു. അത് വിളിച്ചതാണ് ഈ മഞ്ഞമുടിയുടെ 13 ടീമന്മാരുടെ മീറ്റിങ്ങിനും ഉണ്ടായിരുന്നു. ഫോണിൽ കൂടെ അവൻ പറയുകയാണ്, ഇവനാണ് പോലീസിനോട് ഗ്രാൻഡ് ഹ്യൂമൻ വേൾഡിലോട്ട് പോയ കാര്യം പറഞ്ഞു കൊടുത്തതെന്ന്. അവനെ ബാർബേരി സ്കൂള് നശിപ്പിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു കീരിയോന്റെ കൂടെ. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നു കീരിയോ ഒരു നല്ല കുട്ടിയല്ല. അവന് ഇരുമുവിന്റെ പടക്കങ്ങൾ സ്കൂൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലാസ്സിൽ ഈ ബാറ്റിൽ പാർട്ടി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെന്താന്ന് വെച്ചാൽ ബാറ്റിൽ പാർട്ടിയിൽ അവസാനത്തിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലബിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു റൂം കിട്ടും. പിന്നെ അവർ ചോദിക്കുന്ന എന്ത് സാധനങ്ങളും കിട്ടും ആ റൂമിലോട്ട്. ടീം ലീഡറിന്റെ 2 റാങ്ക് അപ്പ് ചെയ്യുകയും പിന്നെ മെമ്പേഴ്സിന്റെ ഓരോരോ റാങ്ക് അപ്പ് ആവുകയും ചെയ്യും. അപ്പൊ ഇർമ പറയുകയാണ്, അത് കീരിയോയ്ക്ക് വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അവന്റെ റാങ്ക് ലെവൽ 2 ലെവൽ 4 അതുകൊണ്ട് എല്ലാവരും അവനെ റെസ്പെക്ട് ചെയ്യുമല്ലോ. ഇറുമയും അസ്മോളീസും ക്ലാരയും അവരെല്ലാരും കൂടെ പടക്കം റെഡിയാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇറുമ ചോദിക്കുകയാണ്, കീരിയോ എവിടെ പോയി? അസ്മോളീസ് പറയുന്നു, അവനെന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ. ഇനി നമ്മളെ കാണിക്കുന്നു കീരിയോ ഒരു ഹിഡൻ റൂമിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. എന്നിട്ട് റൂമിൽ പോയിരുന്നിട്ട് അവന്റെ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കീരിയോ, നമുക്ക് ഈ സ്കൂൾ മൊത്തം ഡിസ്ട്രോയ് ചെയ്യണം. ഇപ്പൊ സാരമണ്ണ ഇവിടെ ഇല്ല. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിന്റെ എബിലിറ്റി നമുക്ക് ആവശ്യമായിട്ട് വരും, പിന്നെ നിന്റെ മെഷീനിന്റെയും. കീരിയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുമ അങ്ങോട്ടേക്ക് വരുന്നു. കീരിയോ ചോദിക്കുന്നു, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിങ്ങനെ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഈ മോതിരം നിന്റെ അടുത്തേക്ക് എന്നെ പറത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് അവന്റെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ഇറുമേനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറുമ, ഇതിന്റെ സ്പെഷ്യൽ റൂമാണ്. ഇതിന്റെ ഉള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ള ആൾക്ക് കാണാൻ പറ്റില്ല. അതിന്റെ ഒരു സൗണ്ട് പോലും പുറത്ത് കിടക്കൂല. ഈ റൂമിൽ എന്റെ സ്പെഷ്യൽ റൂമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കും. അടുത്ത സീനിൽ ഇറുമേന്റെ ടീം ലോഞ്ച് പാഡ് ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. ക്ലാര ആണെങ്കിൽ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുന്നു. അസ്മോഡിയസ് പറയുകയാണ്, അമ്മേനെ സ്കൂളിലോട്ട് കൊണ്ടുവരരുത് കേട്ടോ. കീരിയോ പറയുകയാണ്, ഇരുമ, ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അവൻ ഇരുമേനോട് പറയുകയല്ല, അവന്റെ പ്ലാന് നടത്താൻ വേണ്ടിയിട്ട് ഇരുമേനെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ബാറ്ററി പാർട്ടി തുടങ്ങിയിരിക്കുന്നു. ഓരോ കുട്ടികളും അവരവരോ ഉണ്ടാക്കിയ സാധനങ്ങള് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്മോഡിയസ് പറയുന്നു, നമുക്ക് ഇവിടെ മൊത്തം ചുറ്റിക്കണ്ട് എല്ലാവരും എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാന്ന്. ഞാനിപ്പോ എനിക്കൊരു ചെറിയ ആവശ്യമുണ്ടെന്ന്. ഇരുമ ആദ്യം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ബാറ്ററിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നു. അത് ഇരുമ ഒറ്റയടിക്ക് തിന്നു തീർക്കുന്നു. സാബിനൊക്കെ പറയുന്നു, ഞങ്ങളൊരു പ്ലേ നടത്താൻ പോവാണ്, അതിൽ ഡീമൻ കിങ്ങിന്റെ റോള് ഞാനാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പിന്നെ സാബിനും അസ്മോഡിയസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇരുമേന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു. ഇരുമയ്ക്ക് തോന്നുന്നു നമ്മുടെ ബെറ്റർ തന്നെയായിരിക്കും ചെയ്യുക. കാരണം അതിലെ അവസാനത്തെ ഔട്ട്പുട്ടുമാണ് നോക്കുന്നത്. അതെത്ര നല്ലതാണ്, ആൾക്കാർ എത്ര ആകർഷിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അവർക്ക് സമ്മാനം കിട്ടുക. ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നു. ഇനി അടുത്തായിട്ട് അസ്മോഡിയസ് പറയുന്നു, ഇരുമ പടക്കങ്ങൾ പൊട്ടിക്കും, അവനാണ് ഇത് പൊട്ടിക്കാനുള്ള ഡിസേർവ് ചെയ്യുന്നത്. അങ്ങനെ അസ്മോഡിയസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്ലാര വന്നിട്ട് അതിന് തീ കൊടുക്കുന്നു. അതിൽ തീ പിടിപ്പിച്ച് കത്താൻ നോക്കുമ്പോൾ അവസാനം അങ്ങ് പൊട്ടിയില്ല. ക്ലാര, നീ ഇതെന്താ ചെയ്തേ? എങ്ങാനും പടക്കം പൊട്ടിയാലും നമ്മളിപ്പോ എന്ത് ചെയ്തേനെ? ക്ലാര, ഈ പടക്കങ്ങളെല്ലാം അവിടെ പോയി നീ അതിന്റെ ഉള്ളിലല്ലേ വെച്ച? ക്ലാര പറയും, ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ വെച്ചേ. അവരെ ചിന്തിക്കുകയാണ്, ഹീരോയിനെയും കാണുന്നില്ല, പടക്കവും കാണുന്നില്ല. ഇനി ഹീരോ എങ്ങാനും പടക്കം എടുത്തിട്ട് പോയി കാണും. ശരിക്കും ഹീരോ തന്നെയാണ് ആ പടക്കങ്ങൾ എടുത്തോണ്ട് പോയത്. അവൻ ആ പടക്കം എടുത്ത് അവന്റെ റൂമിൽ പോയിരുന്നപ്പോൾ താഴോട്ട് നോക്കുകയാണ്.
എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവന്റെ ചേട്ടൻ അവനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അവന്റെ കഴുത്തിൽ ലോക്കറ്റ് പൊട്ടിച്ചു. ആ ലോക്കറ്റ് പൊട്ടിച്ച ഉടനെ സ്കൂള് മൊത്തം ഒരു ബാരിയർ കൊണ്ട് നിറഞ്ഞു നിന്നു. ഇരുമയ്ക്കും അവന്റെ കൂട്ടുകാർക്കും മനസ്സിലായി ഇത് കീരിയോന്റെ വാളാണെന്ന്. അടുത്ത സീനിലാണെങ്കിൽ കാലേക്കോ ടീച്ചറിന്റെ ഫെമിലിയറിനെ വെച്ചിട്ട് ഈ വാള് പൊട്ടിക്കാൻ നോക്കുന്നു. കാലേക്കോ ആ വാള് പൊട്ടിച്ച ഉടനെ ആ വാള് പിന്നെ റീജനറേറ്റ് ആവുന്നു. കാലേക്കോ ടീച്ചർ എന്തൊക്കെയാണ് ഇത് ലെവൽ 9, 10 എന്ന് റാങ്ക് ഉള്ളവർക്ക് ഇങ്ങനത്തെ മാജിക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ സാലമൺ ഇവിടെ ഇല്ല, ആരോ ഇത് കരുതി കൂട്ടി ചെയ്തതാണ്. കാലേക്കോ ടീച്ചർ ഇവരോട് പറയുന്നു ഇത് ഒരു സ്പെഷ്യൽ മൂവ് ആണ്, ആരും പേടിക്കണ്ടെന്ന് പറയാൻ വേണ്ടി പറയുന്നു. ഇതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ട് ഇങ്ങനെ പുറത്തു വരുന്നു അവർക്ക് നമ്മൾ പ്രൈസ് തരും എന്നൊക്കെ പറയുന്നു. കാലേക്കോ അങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പാനിക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാലേക്കോ റോബിനും ആ ബാരിയേഴ്സ് ഇങ്ങനെ പൊട്ടിച്ച് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടീച്ചറിന്റെ സഹായത്തോടെ 80% കുട്ടികൾ കോർട്ട്യാർഡിലെത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് കീരിയ അറിഞ്ഞുകൊണ്ട് കുട്ടികളെ അങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. കീരിയ നോട്ടീസ് ചെയ്യാണ് ഒരാൾ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. ഇത് ഇരുമയായിരിക്കും. അവൻ എങ്ങനെ എന്റെ അടുത്ത് വരും, ഞാൻ പെൻഡന്റ് പൊട്ടിച്ചു കളഞ്ഞല്ലോ. അവൻ അസ്മോഡിയസിന്റെ ക്ലാരേന്റെ സഹായത്തോടെയാണ് അവിടെ എത്തിയത്. ക്ലാര അവളുടെ ഡോൾ ഉപയോഗിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് ആ ഡോളിനെ വിടുകയും എന്നിട്ട് ഒരു മാപ്പ് പോലെ ഉണ്ടാക്കുകയും ചെയ്തു. ഇരുമയ്ക്ക് അസ്മോഡിയസ് കോള് വിളിച്ചിട്ട് സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ കാലേക്കോ സെൻസേക്ക് മനസ്സിലായിരിക്കുന്നു അത് ചെയ്തത് കീരിയ ആണെന്ന്. അവന്റെ ബ്ലഡ് ലൈൻ മാജിക് വെച്ചിട്ടാണ് മനസ്സിലാക്കിയത്. കീരിയോ അവന്റെ മെഷീൻ ഉപയോഗിച്ച് ആ പടക്കത്തെ എല്ലാം കൂടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇരുമ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിട്ട് കീരിയോന്റെ സ്പെഷ്യൽ റൂമിന്റെ അവിടെ എത്തി. എന്നിട്ട് ഒരു സ്റ്റികയില് പിടിച്ചു നോക്കി ആ വാതിൽ തുറക്കുന്നു. അന്നേരം വേറെ ഒരു ബാരിയറും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇരുമ പറഞ്ഞു കീരിയോ ഈ വാതിൽ തുറക്ക്. കീരിയോ അതങ്ങ് തുറന്നു കൊടുക്കുന്നു. കീരിയോ അന്നേരം അവന്റെ മൊത്തം പ്ലാനിങ് ഇരുമേനോട് പറഞ്ഞു കൊടുക്കുന്നു. അവന് സ്കൂൾ മൊത്തം ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണെന്ന്. അവന്റെ ബാക്ക് സ്റ്റോറി പറയാൻ പോവാണ്. ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അവിടെ എല്ലാവരുടെ അടുത്തും നല്ല ഇഷ്ടം പോലെ മാജിക് ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം മാജിക് കുറവായിരുന്നു. എന്നിട്ട് എന്നെ ബോർഡിംഗ് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ എല്ലാവരും എന്നെ ബുള്ളിങ് ചെയ്യുമായിരുന്നു. അന്നേരം എനിക്കൊരു പെൺകുട്ടീനെ കിട്ടി. അവളുടെ അടുത്ത് മാജിക് പവേഴ്സ് കുറവായിരുന്നു. അവളുടെ അടുത്ത് ഒരു സ്പെഷ്യൽ റിബൺ ഉണ്ടായിരുന്നു, അത് എനിക്ക് തന്നു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ട് ഞങ്ങളെ ശല്യപ്പെടുത്തി. ആ റിബൺ എടുത്തിട്ട് വെള്ളത്തിലോട്ട് എറിഞ്ഞു. ഞാൻ അവരെ തടയാൻ നോക്കി, പക്ഷെ എന്റെ മാജിക് പവർ കുറവായതുകൊണ്ട് എനിക്ക് അവരെ തടയാൻ പറ്റിയില്ല. അന്നേരം അവളുടെ മുഖം കാണായിരുന്നു. അവള് സങ്കടത്തിൽ ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നേരം ഞാൻ തീരുമാനിച്ചു എല്ലാവരും ദുഃഖിച്ച് കരഞ്ഞിരിക്കുന്ന മുഖം കാണണം, എല്ലാവരും കഷ്ടപ്പെടുന്ന എനിക്ക് കാണും. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അവന്റെ വലിയേട്ടനെ കാണുന്നു. എനിക്ക് മനസ്സിലായി നീ ഒരു പ്യുവർ ഡീമൻ ആണെന്ന്. നീ ജ്യൂസ് കുടിക്കുക, എന്നിട്ട് നിങ്ങളിൽ ഒരാളാകൂ. കീരി ഇരുമേനോട് പറയാണ് നീ ഇതെല്ലാം കണ്ട് ദുഃഖിക്ക്, എല്ലാരും ദുഃഖിക്കുന്ന നീ കാണ്. ഇതെല്ലാം കേട്ടിട്ട് ഇരുമയ്ക്കാണെങ്കിൽ ഒന്നും തോന്നിയില്ല. ഇരുമ ഒന്നും പറഞ്ഞില്ല. അവൻ ഒരു 2 പെട്ടികളെടുത്ത് വെച്ച് അതിന്റെ മേലെ കയറി എന്ന ആ പടക്കങ്ങൾ അവൻ എടുത്തു. നിനക്കെന്നെ ദുഃഖിപ്പിക്കാനാവൂല. അത് കേട്ടിട്ട് കീരി ഞെട്ടിപ്പോകുന്നു. ഇരുമ ആ പടക്കം എടുത്തിട്ട് ജനലിയും താഴോട്ടേക്ക് ആടുന്നു. നിനക്ക് ചെയ്യാൻ പറ്റൂല, ഈ ബാരിയർ സാലമൻ അല്ലാണ്ട് വേറെ ആക്കോ ഇത് പൊട്ടിക്കാൻ പറ്റൂല. ഇരുമ അവന്റെ റിങ് ഉപയോഗിച്ചിട്ട് ആ ഡ്രാഗനെ പുറത്തോട്ട് വിട്ടു. എന്നിട്ട് ഇതിന്റെ മേലെ അറ്റാക്ക് ചെയ്തു. പക്ഷെ അതൊന്നും പോരാ. എന്നിട്ട് അവൻ ഫുൾ പവർ എടുത്തിട്ട് അറ്റാക്ക് ചെയ്ത് ആ ഡ്രാഗനെ വിട്ട് ആ ബാരിയർ തകർത്തു. എല്ലാരും പറഞ്ഞു വാ ഇരുമ നീ നല്ല കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ആ സൈഡ് എഫക്റ്റിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. റോബിൻ സെൻസിയും കാലക്കയോ അങ്ങോട്ടേക്ക് നടന്നു വരുന്നു. റോബിന്റെ അടുത്ത് ഒരു പ്രത്യേക അമ്പും വില്ലും ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് തടസ്സം കടന്ന ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും. അതില് ഒരു ലെറ്റർ ഘടിപ്പിച്ചിട്ട് സാലമന്റെ നേരെ അയക്കുന്നു. സാലമൻ അത് പിടിച്ച് വായിച്ചിട്ട് സ്കൂളിലോട്ട് തിരിച്ചു വരുന്നു. സാലമൻ സ്കൂളിൽ എത്തിയ ഉടനെ അവൻ കാണുകയാണ് ഉൽക്കകൾ താഴോട്ടേക്ക് വീഴുന്നതായിട്ട്. സാലമൻ അവന്റെ ടൈം മാജിക് ഉപയോഗിച്ച് ആ ഉൽക്കകളുടെ ടൈം സ്റ്റോപ്പ് ചെയ്ത് ഉൽക്കകളെ തടഞ്ഞു നിർത്തുന്നു. ആ മീറ്റോറിനെ സ്കൂളിന്റെ പുറത്തേക്ക് ഇടുന്നു. അടുത്ത സീനിൽ ഇരുമ അവന്റെ മുത്തശ്ശന്റെ കാലിൽ കിടക്കുന്നതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇരുമ ചോദിക്കുകയാണ് കീരിയോയ്ക്ക് എന്താണ് പറ്റിയത്. മുത്തശ്ശൻ പറയുന്നു ഞങ്ങളെല്ലാവരും അവന്റെ റൂമിലോട്ട് ചെന്നപ്പോൾ അവൻ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാ ടീച്ചർമാരും ചെല്ലുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് അവന്റെ മുത്തശ്ശൻ അവന് തലയിൽ ഇരുത്തിയിട്ട് അവനെ മൊത്തം കാണിക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും അവന്റെ ഫയർ വർക്ക്സ് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ കുട്ടികളെല്ലാവരും അവരുടെ പാട്രിന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ക്ലാരേന്റെ ഫാമിലി മൊത്തം അങ്ങ് വന്നിരുന്നു. അവര് ഒരു പാട്ട് പാടി. അതിനുശേഷം ആസ്മോഡിയസിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അവനുമായിട്ട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇരുമ എന്തിക്കുന്നു എല്ലാവരുടെ പാരന്റ്സും വന്നു. എന്റെ വന്നില്ലല്ലോ. അപ്പത്തേക്ക് അവന്റെ മുത്തച്ഛനും ഒപ്പേരെ അങ്ങോട്ടേക്ക് വന്നു. അവരെല്ലാരും കൂടെ ഒരുമിച്ച് എല്ലാ സ്ഥലവും കറങ്ങുകയും അവസാനം അവർ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. ഒപ്പേരയാണെങ്കിൽ എല്ലാ മത്സരത്തിനും ചേർന്ന് അങ്ങനെ സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലേക്കോ സെൻസേക്ക് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാല് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ഏതോ ഒരു വലിയ ആള് വന്നിട്ട് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ഒപ്പേറയായിരുന്നു. അവളെ കണ്ടു പറഞ്ഞാൽ അവൻ അങ്ങ് മാറിക്കളഞ്ഞു. അങ്ങനെ ആ ദിവസം കഴിയാനായപ്പോഴേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ആരാ ജയിച്ചതെന്നുള്ള അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അനൗൺസ്മെന്റ് ചെയ്യുന്ന ആൾ പറയാൻ പോവുകയാണ് ഞങ്ങളിപ്പോ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, പക്ഷെ ഇപ്പൊ പറയില്ല, കുറച്ച് എന്താ പറയും. ആദ്യം നമ്മൾ 3rd നമ്പർ, പിന്നെ 2nd നമ്പർ, പിന്നെ 1st നമ്പർ അങ്ങനെയാണ് പറയാൻ പോകുന്നത്. 3rd ആയതാണ് സെക്യൂർ പെസ്പാട്ര. എല്ലാവരും പാനിക് ആയിരുന്ന സമയത്ത് എല്ലാ കുട്ടികളെയും ശാന്തരാക്കുകയാണ് ചെയ്തത്.
അതുകൊണ്ടാണ്. സെക്കൻഡ് നമ്പറിൽ വന്നതാണ് ദ ന്യൂ മാജിക് പാട്ര. ഇവർ ഓരോരോ പുതിയ മാജിക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അടുത്തത് ഫസ്റ്റ് ആർക്കാ കിട്ടിയെന്ന് അനൗൺസ്മെന്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ബ്രോഡ്കാസ്റ്റ് പാട്രിക് ആയിരുന്നു. കാരണം ഇവന്റ് മൊത്തം അവര് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നൊക്കെ ഉള്ളത് ബ്രോഡ്കാസ്റ്റ് പാട്രിക്കാരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് ഇഎംക്ക് അവന്റെ ഗ്യാങ്ങിനും ഒരു പ്രൈസും കിട്ടിയില്ല. കാലേക്കോ ടീച്ചർ സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് അടിച്ചിട്ട് ഒരു കാര്യം പറയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് ഇവര് ചെയ്ത കാര്യം കൊണ്ട് എനിക്ക് അവര് പണിഷ്മെന്റ് കൊടുക്കണ്ടേ, പക്ഷെ ഞാൻ അവർക്കൊരു പ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ പാട്രയുടെ പേരാണ് ദ മാജിക്കൽ എംപ്രസസ് പാട്ര. ഈ പാട്രയിൽ ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് റാങ്ക് അപ്പ് ചെയ്ത് കൊടുക്കും. അവര് നല്ലൊരു പ്രദർശനം ചെയ്യുകയും പിന്നെ അവര് ഞങ്ങളെ ഒരു കാര്യത്തിൽ ഹെൽപ്പും കൂടി ചെയ്തു. പക്ഷെ ആ കാര്യം റിവീൽ ചെയ്യുകയില്ല. അസ്മോഡിയസും ക്ലാരയും ഇരുമേനെ മുമ്പോട്ട് വെക്കുന്നു. എന്നിട്ട് കാലേക്ക ടീച്ചർ ഇരുമേന്റെ ഒരു റാങ്ക് അപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് നിനക്ക് അപകടമാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിന്റെ ഫെമിലിയർ ഞാനല്ല, പിന്നെ ടീച്ചറും ഞാനാണ്. നീ എന്നോട് പറഞ്ഞ പോലായിരുന്നോ? പിറ്റേ ദിവസമായി അമേരിക്ക് വേണ്ടിയിട്ട് ഇരുമ മാങ്കോ വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമേരി അവളുടെ അച്ഛനെ കാണുന്നു. ഇരുമ എനിക്കൊരാവശ്യമുണ്ട്, ഞാൻ ഇപ്പൊ വരാന്ന് പറയുന്നു. എന്തോ പെട്ടെന്ന് പറ്റിയെന്ന് ചിന്തിക്കുന്നു. ഇരുമ ബേക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അമേരിന്റെ ഫാദർ ബേക്കിൽ നിൽക്കുകയാണ്. ഇരുമയ്ക്ക് അത് ആരാന്ന് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അവരെ ഒരു ബെഞ്ചിൽ പോയിരിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഞാൻ ബോർഡർ പെട്രോളിന്റെ ഒരു പോലീസ് ഓഫീസറാണ്. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഹ്യൂമൻ ആരെങ്കിലും ഈ ഡീമൻ വേൾഡിലോട്ട് വന്നാൽ അവരെ പിടിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇരുമയൊക്കെ നിങ്ങൾ ഇവരെ ഹ്യൂമൻസിനെ പിടിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ അവരെ പേവിച്ച് തിന്നും. എന്നിട്ട് ചിരിച്ചോണ്ട് പറയാണ്, ഞാൻ തമാശ പറഞ്ഞതാ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് ഹ്യൂമൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ തിരിച്ച് സേഫ് ആയിട്ട് തിരിച്ചു വിടുകയും പിന്നെ അവരുടെ ഓർമ്മ നശിപ്പിക്കുകയും ചെയ്യും. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം. അപ്പോൾ അമേരി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അവർ ഫാദർ ചോദിക്കും, നിനക്ക് അങ്ങനെ ഇവരെ അറിയാം? അമേരി പറയുന്നു, അമേരി മാങ്കനെ കുറിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മാങ്ങയെ കുറിച്ച് പറഞ്ഞാലും ഇവര് വഴക്ക് പറയും, അതുകൊണ്ട് പറഞ്ഞു ഞങ്ങള് ഇഷ്ടത്തിലാണെന്ന്. അത് കേട്ടിട്ട് അമേരിന്റെ ഫാദറിന് ഭയങ്കര ദേഷ്യം വരുന്നു. എന്നിട്ട് അമേരി അതും ഇതും പറഞ്ഞിട്ട് അവരുടെ അച്ഛനെ അവിടെ നിന്ന് മാറ്റുകയാണ്. അടുത്ത ദിവസം അസ്മോഡിയസും ക്ലാരയും കൂടെ എല്ലായിടത്തും ഇരുമേന്റെ റാങ്ക് അപ്പ് ചെയ്തതിന്റെ ന്യൂസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുമ, നിനക്ക് ഡെമിഡോസിനെ കുറിച്ച് അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. ഡീമന്മാരുടെ അടുത്ത് അവരെ സന്തുലനം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇവിൽ സൈക്കിളിലേക്ക് കയറിപ്പോവും. അന്നേരം അവരെ ശാന്തനാക്കാൻ വേണ്ടി ഡെമിഡോസിനെ ഉപയോഗിക്കുന്നു. ഉറുമു എന്ന് പറഞ്ഞൊരു ഡെമിഡോൾ ഉണ്ട്. അതാണ് ഇപ്പോ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം നടത്താൻ പോകുന്നു. അപ്പൊ അവളാണ് ടോപ്പ്. അടുത്തായിട്ട് ഉറുമുവിനെ കളിക്കുന്ന അവളുടെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവളുടെ വിഗ് അഴിക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നു ഒരു വെള്ളമുടിയുള്ള പെൺകുട്ടി. അവള് ഇരുമേന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. അവരുടെ കുടുംബത്തിലെ ഒരു മാജിക് എന്ന് വെച്ചാലും ഐസ് മാജിക് ആണ്. പക്ഷെ അവളുടെ മാജിക് കുറച്ച് ലോ ആണ്. അതുകൊണ്ട് അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു നല്ല സ്മൈലി ഫേസ്, അവൾക്ക് ഒരു സാധാരണ ഫേസിന്റെ ആണ് കൊടുക്കല്. അപ്പൊ കുറുമി വിചാരിക്കും അവളുടെ ക്യൂട്ട്നെസ് ഉപയോഗിക്കാന്ന്. ചെറുപ്പത്തിലെ എല്ലാ ഡീമന്മാരും അവളുടെ അടുത്ത് വന്ന് സന്തോഷിക്കുമായിരുന്നു. അവളുടെ റൂമിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് എന്നെ കാണുന്നത് ഇരുമേന്റെ ചിത്രമായിരുന്നു. ഇവൻ എന്താ എപ്പോഴും അവന്റെ ഫസ്റ്റ് പേജിൽ തന്നെ വരുന്നത്? അങ്ങനെ ദേഷ്യത്തിൽ അവളുടെ ഐസ് മാജിക് ഉപയോഗിച്ചു. അപ്പൊ അങ്ങോട്ടേക്ക് അവളുടെ മാനേജർ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്താ കാണിക്കുന്ന? ആരെങ്കിലും കണ്ടാലോ നിന്റെ സീക്രട്ട് പൊളിയൂലേ? അപ്പൊ അവളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവള് നോക്കുമ്പോ അവിടെ ഇരുമ വന്നിരിക്കുന്നു. പിന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റ് ബാറ്ററിയിലുള്ളവരെ ഇരുമേനെ അവരുടെ റൂമിൽ വിളിച്ചിട്ട് ഈ പരിപാടിന്റെ ടിക്കറ്റ് കൊടുക്കുന്നു. എന്താന്ന് വെച്ചാല് ശരിക്ക് ഇരുമയ്ക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടേണ്ടത്, പക്ഷെ അവന് കിട്ടിയില്ല. അതുകൊണ്ടാണ് അവനായിട്ട് ഈ ടിക്കറ്റ് എല്ലാം കൊടുത്തത്. കോൺടെസ്റ്റ് ചെന്ന ഉടനെ അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവനെ ഇനി കുറുമിയായിട്ട് 1-on-1 ഇന്റർവ്യൂല് സംസാരിക്കാനുള്ള അവസരം കിട്ടി. ഇറുമ അവളോട് ചോദിക്കുകയാണ്, നീ ഇതെങ്ങനെയാ ചെയ്യുന്നത്? നീ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ കോൺടെസ്റ്റ് നടത്തിക്കൊണ്ടു പോകുന്നു, ഇങ്ങനെ സാധിക്കുന്നു? അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവള് ഇരുമേനെ ഐസാക്കി കളയുന്നു. ഇരുമയ്ക്ക് മനസ്സിലായി അവള് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന്. കുറുമ ചോദിക്കുന്നു, നിനക്ക് അങ്ങനെ ഈ കാര്യം മനസ്സിലായിരുന്നു? അപ്പൊ ഇരുമ അറിയും, എന്നാ നീ നിന്റെ തള്ളവിരല് അടച്ചു വെക്കുമ്പോ അങ്ങനെയാണ് വെക്കല്, അത് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായെന്ന്. പിന്നെ നിന്റെ കണ്ണട കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവള് ടെൻഷനായിട്ട് അവളുടെ മാജിക് ഫുൾ ഉപയോഗിച്ച് ബോധം കെട്ട് താടി വീഴുന്നു. അപ്പൊ അവളുടെ മാനേജർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് ഇവക്കെന്താ പറ്റിയെന്ന്. അപ്പൊ ഇരുമ പറയുന്നു, അവള് ഇരിക്കുമായിരുന്നു, പെട്ടെന്ന് അവളുടെ മാജിക്കൽ പവർ എല്ലാം ഉപയോഗിച്ചു, എന്നിട്ട് അവൾ ബോധം കെട്ട് വീണു. ഇനി അവളെ ഡോക്ടർ കാണിക്കുമ്പോഴാണല്ലോ, പക്ഷെ സമയമില്ല, ആൾക്കാരെല്ലാം കൂടിയിരിക്കുകയാണല്ലോ. വേറൊരു വഴിയുണ്ട്, അവരുടെ കുടുംബക്കാർ വന്നാൽ, പക്ഷെ അവർ വരുമ്പോൾ ലേറ്റ് ആവും. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് കുറുമോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതാണ്. അവള് നോക്കുമ്പോൾ എല്ലാ ഓഡിയൻസും ഭയങ്കര സന്തോഷത്തോടെയാണ്. അവള് വന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 3 പേരും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാന്ന് വെച്ചാൽ ഇരുമ, അസ്മോഡിയസ് ആൻഡ് ക്ലാര. ഇപ്പൊ കാണിക്കുന്ന അവളുടെ കുടുംബക്കാരങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ ശരിയാക്കുകയും ചെയ്തു. എന്നിട്ട് ഇരുമ ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും സഹായിക്കണം. പിന്നെ അവര് ഒരു ഡെമി ഡോൾ പോലെ ഡ്രസ്സ് മാറിയിട്ട് സ്റ്റേജിൽ പോയി പെർഫോമൻസ് ചെയ്തു. ജനങ്ങൾക്കെല്ലാം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കണ്ടിട്ട് കുറുമയും അവരെ ജോയിൻ ചെയ്തു. പിന്നെ ഇരുമയും കുറുമയും കൂടെ പരിപാടികളെല്ലാം നടത്തി. പിന്നെ പരിപാടി കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ പോയപ്പോൾ അവരുടെ മാനേജർ അവരുടെ പാരന്റ്സ് തന്നാന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുക്കും. അതിൽ സ്മൈലുള്ള ചിത്രമായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇരുമ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്
കുറുമ്പന്റെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂട്ടുകാരാവുകയും ചെയ്തു. പിന്നെ ക്ലാസ്സിലോട്ട് പോകുന്ന വഴി അസ്മോഡിയസും ക്ലാരയും കൂടെ റേസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അവർ രണ്ടുപേരും അങ്ങ് ഓടി വന്ന് ക്ലാസ്സിൽ കയറി. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പിള്ളേർ ബേക്കിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അവരെ തവളകളാക്കി മാറ്റി. പിന്നെ ദിവസം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം അവൾക്ക് മാങ്ങ വായിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ അങ്ങനെ സന്തോഷത്തോടെ ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. രാത്രി കടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നു, ഞാൻ ഈ ഡീമന്മാരുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചങ്ങ് പോകുന്നു, ഇത് നല്ല കാര്യം തന്നെയാണോ? പിന്നെ അവൻ ഭയങ്കര ടെൻഷനോടെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നു. അത് കണ്ടിട്ട് അസ്മോഡിയസും ക്ലാരയും ചിന്തിക്കുകയാണ്, അവൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കുന്നു. പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ അടിയാവുന്നു, ആരാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം അവർ രണ്ടുപേരും ഒരു മത്സരം വെക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ അതിൽ ജയിക്കുന്നവര് എരുമേന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. രണ്ടുപേരും അവരവരുടെ വീട്ടിൽ പോയിട്ട് ഓരോ ഡിഷ് ഉണ്ടാക്കുകയാണ്. ക്ലാര എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ്. അവളുടെ അമ്മയെ അവളെ സഹായിക്കുന്നു. അസ്മോഡിയസ് അവന്റെ വീട്ടിൽ വന്നിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഇതിലെന്താ സ്പെഷ്യൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നിൽക്കുന്നു. ബട്ട്ലർ വന്നിട്ട് പറയുന്നു, നമുക്ക് ഈ ഫിഷ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. അസ്മോഡിയസിന് ഈ ഫിഷിനെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ ഫിഷിനെ വെച്ച് കറി ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ രണ്ടുപേരുടെ ഒരു ഡിഷ് ആവാൻ കഴിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരാകുന്നു. ഇതോടെ ഈ ആനിമീന്റെ സീസൺ 1 അവസാനിക്കുന്നു. പക്ഷേ ഈ ആനിമീന്റെ സീസൺ 1 അവസാനിക്കുമ്പോൾ സീസൺ 2 ഒരു ചെറിയ ഭാഗം കാണിക്കുകയാണ്. രാവിലെ അവന്റെ റൂമിലോട്ട് ഗ്രാൻഡ് പാ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, മിണ്ടാണ്ടിരിക്കേ, ഇരമയൊക്കെ ഭയങ്കര മാറ്റം വന്നിരിക്കുകയാണ്, ഇവരെന്താ പറ്റിയെന്നുള്ളത് അടുത്ത സീസണിൽ കാണാൻ പറ്റും. അടുത്ത ഭാഗത്തിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.